സുരേഷ് ഗോപിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപക്ഷെ നമുക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഭരത്ചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് എന്നുള്ളതാണ്. ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ IPS തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട്. എനിക്കിതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ പല ഡയലോഗ് ഡെലിവറിയൊക്കെ അദ്ദേഹം സ്റ്റേജിലൊക്കെ നിന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സാദൃശ്യം എനിക്കും തോന്നിയിട്ടുണ്ട്. ഭരത്ചന്ദ്രന് പകരം സുരേഷ് ഗോപിയിൽ തങ്ങി നിന്ന ആ കഥാപാത്രം അത് ഡെന്നീസ് ആയിരുന്നെങ്കിൽ, ബെത്ലഹേമിലെ ഡെന്നീസ് ആയിരുന്നെങ്കിൽ എന്ന് ഈ സിനിമ വീണ്ടും കാണുമ്പോൾ തോന്നിപ്പോവാണ്. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന്, നമ്മൾ ഒരുപാട് ആളുകളിൽ നിന്ന് കേട്ടും കണ്ടും അറിഞ്ഞുള്ള ജീവിതങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് പറയുമ്പോൾ ആരും ഡെന്നീസിനെ പോലെ ആകാതിരിക്കട്ടെ എന്നാണ് പറയാൻ തോന്നുന്നത്. ഈ മലയാള ചലച്ചിത്ര ലോകത്ത് ഇത്രയും കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് അതിലേറ്റവും നിസ്വാർത്ഥനായ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഡെന്നീസിനെ ആയിരിക്കും ഞാൻ പറയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ആരും ഡെന്നീസിനെ പോലെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. സമറിൻ ബത്ലഹേം സിനിമ ആരംഭിച്ച് ആദ്യം നമ്മൾ പാട്ടാണ് കേൾക്കുന്നത്, ഒരു പൂച്ചക്കുഞ്ഞിന് പാഴ്സൽ ചെയ്ത് അയക്കുന്ന പാട്ട്. അത് കഴിഞ്ഞ് സംവിധായകൻ്റെ പേരൊക്കെ കഴിയുമ്പോൾ സ്ക്രീനിൽ ആദ്യമായി വരുന്നത് ഈ സിനിമയിലെ നായകനാണ്, ബെത്ലഹേമിലെ ഡെന്നീസ്. ഒരു വലിയ മലഞ്ചെരുവിൽ കുതിരപ്പുറത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന ഡെന്നീസ്. അവിടെ ഡെന്നീസിനെ നമ്മൾ ഫ്രെയിമിൽ കാണുമ്പോൾ അയാൾ ഒറ്റയ്ക്കാണ്. അവിടെ ഒരുപാട് കുന്നിൻ ചെരുവുണ്ട്, പക്ഷെ അവിടെ ഒന്നുമില്ല, ആരുമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഡെന്നീസിൻ്റെ ജീവിതം. ആ ജീവിതത്തിൽ അയാൾക്ക് സ്നേഹിക്കാൻ ആരുമില്ല, അയാളെ സ്നേഹിക്കാനും ആരുമില്ല. അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ സ്നേഹത്തിന് വേണ്ടിയാണ്. ആ സിനിമ തുടങ്ങി നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന വളരെ കുറച്ച് കഥാപാത്രങ്ങളാണ്. അതിലൊന്ന് ജയറാം അവതരിപ്പിക്കുന്ന രവി എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ കലാഭവൻ മണി അവതരിപ്പിച്ചിട്ടുള്ള മോനായി എന്ന കഥാപാത്രമുണ്ട്. ഡെന്നീസ് ഈ ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെ ഡെന്നീസിനെ സ്നേഹിക്കുന്ന ഈ സിനിമയിലെ ഒരേ ഒരു കഥാപാത്രം ഒരുപക്ഷെ മോനായി ആയിരിക്കും. മോനായിക്ക് ഡെന്നിസ് സാറിന് നല്ലത് വരണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സിനിമയിൽ അതൊരു കോമഡി കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റുന്ന ആളാണ്. പക്ഷേ ഡെന്നിസിന് നല്ലത് വരണം, അല്ലെങ്കിൽ ഡെന്നിസിൻ്റെ ജീവിതം സന്തോഷമാവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾ മോനായിയാണ്. രവി ഡെന്നിസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു യാത്രക്കിടയിൽ ഡെന്നിസിനൊരു അപകടം ഉണ്ടാകുന്നു. ചോര വാർന്ന് റോഡിൽ കിടക്കുകയായിരുന്നു ഡെന്നിസ്. അതുവഴി കടന്നുപോയ രവി ഡെന്നിസിനെ കാണുകയും അയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും അയാൾക്ക് രക്തം ദാനം ചെയ്യുകയും ചെയ്തു. ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത്, ആ ഒരു നന്ദിയുടെ പുറത്ത് രവി പിന്നീട് ഡെന്നീസിനൊപ്പമാണ് താമസം. അവരുടെ ഡയലോഗിൽ തന്നെ അവർ പറയുന്നത് 2 വർഷത്തോളമായി രവി ഡെന്നീസിനൊപ്പം കൂടിയിട്ടെന്നാണ്. അയാൾക്ക് കടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അയാൾക്ക് താമസിക്കാനൊരു സ്ഥലം, ബെത്ലഹേം എന്ന് പറയുന്ന ഫാമിൻ്റെ അവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് രവി അവിടെ തന്നെ ജീവിക്കുകയാണ്. ഡെന്നീസിന് അയാളുടെ ജീവൻ രക്ഷിച്ച ആൾ എന്ന് പറയുന്ന ഒരു നന്ദിയോ കടപ്പാടോ മാത്രമല്ല രവിയോടുള്ളത്. രവിയും ഡെന്നീസും കണ്ടുമുട്ടിയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ നോക്കാനാണെങ്കിൽ അധികം ആരും ഒരുപക്ഷെ വരാൻ സാധ്യതയില്ലാതിരുന്ന ഒരു വഴിയിൽ അയാൾ രക്തം വാർന്ന് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ഒറ്റയ്ക്കായിരുന്നു അയാളുടെ ജീവിതത്തിൽ. ആ രക്തം വാർന്നത്, അയാൾക്ക് മുറിവുണ്ടായത്, അയാളെ സ്നേഹിക്കാൻ ആരുമില്ല ഈ ലോകത്ത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കാം. കാരണം അയാൾ ഓർഫനേജിലാണ് വളർന്നത്. തൻ്റെ ഉറ്റവരാരാണ് എന്ന് അന്വേഷിച്ച് പോയപ്പോൾ അയാൾക്ക് കുറച്ച് സ്വത്തുക്കൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അയാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുമില്ല. അങ്ങനെ ഒരാൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുണ്ട്, ഏകാന്തതയുണ്ട്, ഉള്ളു നീറുന്നൊരു ഫീലാണത്. അങ്ങനെ തളർന്നിരുന്ന ഒരാളുടെ ജീവിതത്തിലേക്കാണ് രവി കടന്നു വരുന്നത്. അങ്ങനെ ഒരു സിംബോളിക് ലെവലിൽ ആ കഥ ആലോചിച്ച് പോകുമ്പോൾ ഡെന്നിസിന് രവിയുടെ സ്നേഹം മതി, രവിയുടെ സാന്നിധ്യം മതി. അതായത് ആ ബെത്ലഹേം ഫാമിൽ എനിക്കായി ഒരാളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ മതി. അത് രവിക്കും അറിയാൻ പറ്റേണ്ടതാണ്. നമ്മൾ ഈ സിനിമയിൽ ഉടനീളം കഥാപാത്രങ്ങൾ എടുത്തു നോക്കാനാണെങ്കിൽ ഡെന്നിസിൻ്റെ ബലഹീനതകൾ എന്തൊക്കെയാണ് എന്ന് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട്. രവിയുടെ ബന്ധുക്കളൊക്കെ ബെത്ലഹേമിലേക്ക് വരികയാണ് എന്നറിയുന്ന സമയത്ത് രവി ആക്ച്വലി ആദ്യം ഇത് ഡെന്നിസിനോട് പറയുന്നില്ല. ഡെന്നിസെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടടാ എന്ന് പറയുന്നതിന് പകരം താൻ ഭയങ്കര പ്രശ്നത്തിലാണ്, ആകെ ടെൻഷനാണ്, സങ്കടമാണ് എന്ന് പറയുന്ന ആ ഒരു ഇമേജ് ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് നമുക്കിതിനെ സൗഹൃദം എന്നുള്ള ആംഗിളിൽ കാണാം. പക്ഷേ ഈ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും വിട്ടുകൊടുക്കാൻ മനസ്സുള്ള ആളുകളെ പലരും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് വിഷമം ഉണ്ടാവും, എന്നാലും പറഞ്ഞേ പറ്റുള്ളൂ. മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ഞാനില്ലേ, എനിക്കൊരു പ്രശ്നം വരാൻ പോവാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ കൈവിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് പറയുമ്പോൾ, എടാ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യില്ലേ എന്നീ നിസ്വാർത്ഥനായ സ്നേഹം മാത്രം തിരിച്ച് പ്രതീക്ഷിക്കുന്ന ആൾ അങ്ങനെ അതിന് റിയാക്ട് ചെയ്യുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കാം എന്നാണ് ഈ സിനിമ വീണ്ടും കാണുമ്പോൾ എനിക്ക് രവിയെ അളക്കാൻ പറ്റുന്നത്. താൻ ഭയങ്കര പ്രശ്നത്തിലാണ്, പ്രശ്നം എന്താണെന്ന് ആദ്യം പറയുന്നില്ല. എടാ നിൻ്റെ പ്രശ്നം എന്താണെന്ന് നീ എന്നോട് പറ, ഞാനിവിടെ ഇല്ലേ എന്ന് ഡെന്നിസ് പറയുന്ന സമയത്താണ് തൻ്റെ റിലേറ്റീവ്സ്, അപ്പൂപ്പനും അമ്മൂമ്മയും അതുപോലെ കസിൻസും ഒക്കെ കൂടി വെക്കേഷൻ ആഘോഷിക്കാൻ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അവർക്കറിയില്ല എന്നൊക്കെ രവി പറയുന്നത്. ഡെന്നിസ് ആ സമയത്ത് കണ്ടെത്തുന്ന ഒരു സന്തോഷം
ഫസ്റ്റ് ഓഫ് ഓൾ രവിക്കൊരു പ്രശ്നം വന്നാൽ എടാ ഞാനുണ്ടടാ നീ സങ്കടപ്പെടല്ലേ എന്ന് പറയുന്നൊരു ഓഫറാണ് അയാൾ ആദ്യം അങ്ങോട്ട് കൊടുക്കുന്നത്. അവരോട് വരാൻ പറയടാ, ഞാൻ ഓക്കെയാണ്, മോനായി ഓക്കെയാണ്, അതൊരു ഓഫർ. രണ്ടാമത് അയാൾ കണ്ടെത്തുന്ന സന്തോഷം, അങ്ങോട്ട് കുറേ ആൾക്കാർ വരാൻ പോവുകയാണ്. ഈ വരുന്നവരൊക്കെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. അവർ ഓരോരുത്തരും തന്നെ ഓരോ പേരുകളാണ് വിളിക്കുക. ചേട്ടൻ എന്ന് വിളിക്കും, അങ്കിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ വെറുതെ ഡെന്നീസ് എന്ന് വിളിക്കും. നമ്മളെ പേരെടുത്ത് വിളിക്കാനും നമുക്കൊരു സ്ഥാനം തന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ഒക്കെ കുറച്ച് ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് അനാഥത്വത്തിലൂടെ കടന്നു പോയിട്ടുള്ള തന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു ബോധ്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കും. അതുകൊണ്ടാണ് ഡെന്നീസ് പറയുന്നത്, കുറച്ച് ദിവസങ്ങൾ, അത്രയും കാലമെങ്കിലും ഇതൊരു വീടാവട്ടെ. ഈ ഭൂലോകത്ത് ആരും തേടി വരാനില്ലാത്ത ഡെന്നിസ് എന്ന അനാഥൻ്റെ കാലിത്തൊഴുത്ത്. അങ്ങനെയാണ് അയാൾ ബെത്ലഹേമിനെ കാണുന്നത്. മോനായിയോട് അയാൾ പറയുന്നത്, ഒരു ക്രിസ്മസിന് നമ്മൾ പുൽക്കൂട് ഒരുക്കുന്നത് പോലെ ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഈ വീട് ഒരുക്കണം എന്നാണ്. അതായത് അവർക്ക് സന്തോഷമായി, അവരതിനെ ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് അവരുടെ ചിരിക്കുന്ന മുഖങ്ങൾ. ഡെന്നിസിന് എപ്പോഴും കാണേണ്ടത് ആളുകളുടെ സന്തോഷമാണ്. സന്തോഷിപ്പിച്ചാൽ സ്നേഹം തരും എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. നമ്മൾ ചുറ്റും നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും സൗഹൃദ വലയത്തിലും ഒക്കെ അങ്ങനെ കുറേ ആളുകളുണ്ടാവും. അവരെല്ലാവരെയും സന്തോഷിപ്പിക്കും. പീപ്പിൾ പ്ലീസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവരെന്തിനാണ് സന്തോഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, സന്തോഷിപ്പിക്കുന്ന ആൾക്കാർ നമുക്ക് തിരിച്ച് സ്നേഹം തരും, നമുക്ക് അംഗീകാരം തരും. ഡെന്നീസ് ഇവിടെ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. അതിനുവേണ്ടി അയാൾ എന്തും കൊടുക്കും. അയാൾ ഓഫർ ചെയ്യുകയാണ്. ആദ്യം രവിക്ക് ഓഫർ ചെയ്തു, അവർ വരട്ടെ, നമുക്ക് എന്ത് നുണ വേണമെങ്കിലും പറയാം. അത് കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വരുന്ന കുട്ടികൾക്കും മുത്തശ്ശനും ഒക്കെ അയാൾ ഓഫർ ചെയ്യുന്നത് ഏറ്റവും സുന്ദരമായ, ഏറ്റവും സൗകര്യം നിറഞ്ഞിട്ടുള്ള ഒരു താമസ സൗകര്യമാണ്. അതിൻ്റെ കാരണവും ഡെന്നീസ് പറയുന്നുണ്ട്. ഡെന്നീസ് ദി ഓഫൺ എന്നാണ് തൻ്റെ സർനെയിമായിട്ട് അയാൾ അവിടെ സംസാരിക്കുന്നത്. പിന്നെ അവർ ഒരു പാട്ട് സീനാണ് ആ വീട് മുഴുവൻ അലങ്കരിക്കുന്നു. ആ സമയത്ത് മുഴുവൻ ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനേക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി ജോലികൾ ചെയ്യുന്നത്, അതുപോലെ അവരെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആവേശത്തിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഡെന്നിസിനെയാണ്. കാരണം അയാൾക്ക് കുറച്ച് ദിവസത്തേക്ക് കുറേ ബന്ധുക്കളെ കിട്ടാൻ പോവാണ്. നമ്മളിവിടെയൊക്കെ കാണുന്നത് സ്നേഹം കിട്ടാൻ വേണ്ടി, തൻ്റെ സുഹൃത്തിന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറാവുന്ന, അതായത് തൻ്റെ ഓണർഷിപ്പ് തന്നെ വിട്ടുകൊടുക്കുന്നത് പോലെ ആ ബെത്ലഹേമിനെ രവിക്കും അയാളുടെ ഫാമിലിക്കും വിട്ടുകൊടുക്കുകയാണ്. ഈവൻ ഔട്ട് ഹൗസിലേക്ക് പോകാൻ ജനാർദ്ദൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പറയുന്ന സമയത്തും ഇയാൾ തിരിച്ചൊന്നും പറയുന്നില്ല. എൻ്റെ മുത്തശ്ശൻ എന്ന് പറയുന്ന ഒരു ആംഗിളിലെ അയാളെ നോക്കി കാണുന്നുള്ളൂ. ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന സിറ്റുവേഷനിൽ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല കിട്ടുന്നത്. പക്ഷേ അപ്പോൾ പോലും ആ ബഹുമാനത്തോടെ സ്നേഹത്തോടെയാണ് അയാൾ പെരുമാറുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ജയറാം പറയുന്നൊരു ഡയലോഗുണ്ട്. അത് ഭയങ്കര തമാശയായിട്ട് പറയുന്നൊരു ഡയലോഗാണ്. സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ ഡെന്നിസ് ഈ കാല് തൊട്ട് ആ ഒരു സ്നേഹം എന്ന് വെച്ചാൽ പ്രായമായ ആളുകളുടെ കാല് തൊട്ട് വന്നിക്കണം എന്നൊക്കെ പറയുന്ന ഇയാൾ എവിടെയെങ്കിലും കേട്ട് വളർന്നുണ്ടാവും, പക്ഷേ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരാളെ കണ്ടപ്പോൾ കാല് തൊട്ട് വന്നിച്ചാൽ അയാൾക്ക് സന്തോഷമാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അയാളത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ജനാർദ്ദൻ്റെ ക്യാരക്ടറിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് ജയറാം പറയുന്നത്, ഇവൻ ആദ്യമായിട്ടാണ് ഒരു മുത്തശ്ശനെ ഇത്ര അടുത്ത് കാണുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വന്നു. പക്ഷേ നമ്മൾ ഡെന്നിസിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സത്യം അതാണ്. അയാളൊരു മുത്തശ്ശനെ കണ്ടിട്ടില്ല, അയാൾ കസിൻസിനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് ഇതിനോടൊക്കെ കൊതിയായിരിക്കും. അയാൾ രവിക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്നു. ആ കൊതിയുടെ പുറത്താണ്. രവിയെ എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല, ഐ കാണ്ട് അഫോർഡ് ടു ലൂസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഡെന്നിസ് ത്രൂ ഔട്ട് ദ മൂവി നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു. ഇങ്ങനെ ഒരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ആരാണ് എന്നുള്ളത് ഇവർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അഭിരാമി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കുറിച്ച് നമ്മുടെ ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രം സുരേഷ് ഗോപിയോട് പറയുന്നത്. അഭിരാമി വരുവാണ് കോളേജ് ബസ്സിൽ, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വരുമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ അഭിരാമി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കുഴപ്പക്കാരിയാണ് എന്ന് ജയറാം പറയുന്നത്. അതായത് കുട്ടിക്കാലം മുതലേ വളരെയധികം കുറുമ്പുകൾ കാണിച്ചിരുന്ന, ഇവരെ എല്ലാവരെയും ആസ് എ ഗ്യാങ് ഈ കസിൻസിനെ മുഴുവൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് അഭിരാമിയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ബസ് ഇറങ്ങി വരുന്ന അഭിരാമിയെ നമ്മൾ കാണുന്നത് ഭയങ്കര ഗ്ലൂമി ആയിട്ട്, ഭയങ്കര ടയേർഡായിട്ട്, എനിക്കിനി ഇതിനൊന്നും വയ്യ എന്ന് പറയുന്ന ഒരു ബോഡി ലാംഗ്വേജിലാണ്. അഭിരാമിയുടെ ആ ഒരു തളർച്ച അല്ലെങ്കിൽ ആ ഗ്ലൂമിനെസ്, അത് സത്യത്തിൽ ആദ്യം നോട്ട് ചെയ്യുന്നത്, അതിനെ വളരെയധികം സീരിയസ് ആയിട്ട് നോക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഡെന്നിസാണ്. ആ വീട്ടിലേക്ക് വന്നു കയറുന്ന സമയത്തും ആമി ഒട്ടും ഹാപ്പിയല്ല. ആ പിള്ളേർ മുഴുവൻ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൾ ദേഷ്യപ്പെടുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സംസാരിച്ചതിന് ശേഷം താൻ കൂടി ചാർജ് ആയാലും ഇവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കും എന്ന് പറയുന്നൊരു തോന്നലായിരിക്കണം. അഭിരാമി പിന്നീട് പതിയെ ആ ഒരു എനർജി പുറത്തെടുക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവൾ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ പ്രിറ്റൻഡ് ചെയ്യുന്നതാണെന്ന്. അതിലേക്ക് നമുക്ക് വരാം. അതിനുശേഷം ആമി ഒരു കുരുത്തക്കേട് കാണിക്കുകയും അത് ജയറാം അവതരിപ്പിക്കുന്ന രവി അത് കയ്യോടെ പൊക്കുകയും ചെയ്യുന്നുണ്ട്. ഡെന്നിസിനോട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ മാപ്പ് പറയാൻ ചെല്ലുന്ന സമയത്ത് ഡെന്നിസ് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, ഞാനിതൊക്കെ എത്രമാത്രം സന്തോഷത്തോടെയാണ് എൻജോയ് ചെയ്യുന്നതെന്ന് അറിയാമോ? സ്നേഹിക്കാനോ നോവിക്കാനോ ആരും ഇല്ലാത്തവന് ഇതൊക്കെ ദൈവത്തിൻ്റെ ദയ കൊണ്ട് കിട്ടുന്നതാണെന്ന്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ടേക്ക് അവേ എന്ന് പറയുന്നത്, സ്നേഹിക്കാനോ നോവിക്കാനോ ആരും ഇല്ലാത്തവന്
നമ്മൾ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി എനിക്ക് ആരെങ്കിലും വേണമെന്നൊക്കെ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ, ഈവൻ നമ്മളെ ഒരാൾ നോവിക്കുമ്പോൾ പോലും നമ്മളതിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങും. ആരെങ്കിലും എന്നെ ഹേറ്റ് ചെയ്താൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു ഇമോഷൻ ഉണ്ടല്ലോ, എന്നോടൊരു കണക്ഷൻ ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു തോന്നലാണ്. അതിൻ്റെ വേറൊരു സൈഡ് കൂടിയുണ്ട്. നമ്മളെ നോവിക്കുന്ന ആൾക്കാർ വളരെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള ബന്ധുക്കളൊക്കെ ആയിരിക്കും. നമ്മളെ നോവിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും അവരാ പ്രവൃത്തി ചെയ്തത് എന്ന് വെച്ചാൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി, മുതലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ചില പ്രവൃത്തികൾ അവർ സ്നേഹം കൊണ്ട് ചെയ്യുമ്പോഴും നമുക്ക് ഒരു നോവുണ്ടാവും. അപ്പോഴും അതിനകത്ത് സ്നേഹമുണ്ട് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഡെന്നിസ് അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ആ ഡയലോഗിന് ശേഷമാണ് ഡെന്നിസ് പറയുന്നത് ഇവിടെയുള്ള മറ്റു കുട്ടികൾക്കൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ആമിക്കുള്ളതെന്ന്. ആ ക്യാരക്ടറിനെ കുറിച്ച് പിന്നീട് അഭിരാമി പറയുന്നത്, അതിന് കാരണമുണ്ട് ഡെന്നിസ്, ഞാൻ ഈ വീട്ടിലെ കുട്ടിയല്ല, ശരിക്കും ഞാൻ അഡോപ്റ്റഡ് ആണ്. അച്ഛൻ അമ്മ അവർക്ക് കുട്ടികളില്ല, അപ്പോൾ അവർ ഓർഫനേജിൽ നിന്ന് ദത്തെടുത്തതാണ് എന്ന് പറയുന്ന കാര്യമൊക്കെ ആമി പറയുന്നുണ്ട്. പിന്നീട് ഈ സിനിമയിൽ ആമി പറയുന്ന പല ഡയലോഗുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടിക്കാലത്തൊന്നും ആമി ഇത് അറിഞ്ഞിരുന്നില്ല. അവൾ വളരെ ഹാപ്പി ആയിട്ട് അവളുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ആ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട് എന്നാണ്. അപ്പോൾ അത്രയും സ്നേഹം കൊടുത്താണ് ആ കുടുംബം മുഴുവൻ അവളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നിനും ഒരു കുറവ് വരുത്താതെ അങ്ങനെ പോയിട്ട് ഒരു പക്ഷേ അവളുടെ ടീനേജിനിപ്പുറം കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവൾ ഏതെങ്കിലും വിധത്തിൽ ഇത് അറിഞ്ഞിട്ടുണ്ടാവണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, അതായത് ഒരുപാട് സ്നേഹം കിട്ടി സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പെട്ടെന്നൊരു ദിവസമാണ് ഞാൻ അറിയുന്നത് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ ആരുമല്ല എന്ന്, ഞാൻ അനാഥനാണെന്ന്. അടുത്ത മൊമെൻറ്റിലെ തോട്ട് എന്തായിരിക്കും എന്നറിയോ? അപ്പം ഞാൻ അനാഥനാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണോ ഇവരെന്നെ സ്നേഹിക്കുന്നത്? അപ്പോൾ ഈ സ്നേഹത്തിലൊന്നൊരു അർത്ഥമില്ലേ? ഞാൻ ഇത്രയും കാലം ജീവിച്ചത് മുഴുവൻ ഒരു നുണയിലായിരുന്നോ എന്ന് പറയുന്നൊരു തോന്നൽ ഒരാളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദുഃഖത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിരിക്കും. അങ്ങനൊരു സിറ്റുവേഷൻ ആമി അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ നിരഞ്ജനെ കാണുന്നുണ്ട്. എനിക്കറിയില്ല നിരഞ്ജനെ എന്നാണ് ആമി പറയുന്നത്. പക്ഷെ അങ്ങനെ അറിയാത്തൊരാളെ ആമി എന്തിനായിരിക്കും സ്നേഹിച്ചിട്ടുണ്ടാവും? ഇത്രയും കസിൻസൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടായിരുന്ന ആളാണ് ആമി. എന്നിട്ടും എന്തിനാണ് അങ്ങനെ ഒരാൾ? ഒരു പക്ഷേ നമ്മൾ ഈ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ബ്ലഡ് റിലേഷനിൽ കിട്ടുന്നതാണ്. അത് നമ്മുടെ സ്വന്തമാണ്. അതായത് എൻ്റേത് മാത്രം എന്ന് എനിക്ക് എത്ര പേരുടെ അടുത്ത് വേണമെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറയാൻ പറ്റുന്ന ഒരു ബന്ധമാണത്. പക്ഷേ അതിനുശേഷം എൻ്റേത് മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറാണ്. അതെൻ്റെയാണ്. അതിന് ബ്ലഡ് റിലേഷൻ്റെ ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഉറപ്പിൻ്റെ പുറത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരുമിച്ച് നിൽക്കുന്നൊരു ബോണ്ടാണത്. അവൾ ഈ പറയുന്ന മറ്റു ബന്ധങ്ങളൊന്നും അവളുടേതല്ലെന്ന് തിരിച്ചറിയുന്ന സമയത്ത് എൻ്റേതെന്ന് പറയാൻ എനിക്കൊരാൾ വേണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അപ്പോഴായിരിക്കാം നിരഞ്ജൻ അവളുടെ മുന്നിലേക്ക് വരുന്നത്. അവൾ അവസാനവും നിരഞ്ജനോട് പറയുന്നത് എൻ്റെ കഴുത്തിലൊരു താലി കെട്ടും, എന്നിട്ട് ഞാൻ വിധവയായിട്ട് ജീവിക്കുകയോ അതിനുശേഷം നിങ്ങളുടെ ഭാര്യയായിട്ട് മരിക്കുകയോ ചെയ്യാം. കാരണം എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണം, എൻ്റേതെന്ന് പറയാൻ എനിക്കിവിടെ ഒരാൾ വേണം എന്ന് പറയുന്നൊരു ചിന്തയാണ് അവളുടെ ഉള്ളിലുള്ളത്. സോ അത്രയും പെയിൻ ഉള്ളിൽ നിൽക്കുന്ന അവളോട് ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നോട് സ്നേഹമാണ് ആമി എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അവൾ തിരിച്ചു പറയുന്നത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷേ എന്നെ പലപ്പോഴും എനിക്കിഷ്ടമല്ല മുത്തശ്ശ. ചീത്തക്കുട്ടി ആമി, മഹാചീത്ത. അങ്ങനെ ഒരു ദിവസം എല്ലാവരെയും കൊണ്ട് ആമി പറയിക്കും. എന്നിട്ട് ഈ ചീത്തക്കുട്ടി എല്ലാവരെയും വിട്ട് ഓടിപ്പോവും. അപ്പോൾ എല്ലാവരും പറയും നന്നായി പോട്ടെ അവളെന്ന്, ആരും വിഷമിക്കില്ല, എന്നെ സ്നേഹിക്കരുത്, സ്നേഹിക്കാൻ ഞാൻ കൊള്ളില്ല, എനിക്ക് വേണ്ട ആരുടെയും സ്നേഹം എന്നൊക്കെ അവൾ പറയുമ്പോൾ അവൾ തന്നെ പിന്നീട് അവതരിപ്പിക്കുന്ന എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചിട്ട് വേണം എനിക്ക് നിരഞ്ജനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിച്ച ശേഷം ഈ ലോകത്തോട് വിട പറയാൻ. നിരഞ്ജനില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കേണ്ട എന്ന അവളുടെ തീരുമാനമാണ്. അത് അങ്ങനൊരു ഇമോഷണൽ മൊമെൻറ്റിൽ ഒരു തമാശ കാണിച്ചു, പിടിക്കപ്പെട്ടു, അവിടെ ഒരു സൈഡിൽ ചേർത്ത് നിർത്തുന്നു. ആ സമയത്ത് ഡെന്നിസിൻ്റെ ഒരു ഡയലോഗും കൂടി വരുന്ന സമയത്ത് ഉള്ളിലുള്ളതൊക്കെ അണപൊട്ടി ഒഴുകുന്ന ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു അത്. അതിനുശേഷമാണ് വളരെ ശ്രദ്ധേയമായൊരു കോൺവെർസേഷൻ ആമിക്കും ഡെന്നിസിനും ഇടയിൽ നടക്കുന്നത്. ആമി ഒറ്റയ്ക്ക് ഒരു കുന്നിൻ ചെരുവിൽ ഇരിക്കുകയാണ്. എന്താ ആമി തനിച്ചിരിക്കുന്നത് എന്ന ഡെന്നിസിൻ്റെ ചോദ്യത്തിന് ആമി മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ തോന്നി, വല്ലപ്പോഴും അങ്ങനെ വേണ്ടേ? അതൊരു നല്ല ചോദ്യവും നല്ല ഉത്തരവായിരുന്നു. വല്ലപ്പോഴൊക്കെ നമ്മൾ തനിച്ചിരിക്കണം, നമുക്ക് നമ്മളെ കേൾക്കാനും നമ്മുടെ ഇമോഷൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റണം. പക്ഷേ ഡെന്നിസ് അവിടെ കൊടുക്കുന്ന മറുപടി പാടില്ല. ആമി ഇങ്ങനെ തനിയെ മാറിയിരിക്കുമ്പോൾ ആമിയുടെ കണ്ണൊന്നും നിറയുമ്പോൾ ഈ വീട് മുഴുവൻ പിടയ്ക്കുകയാണ്. ആമി എന്ന ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അവരെ ഒന്ന് വേദനിപ്പിക്കാതിരുന്നൂടെ? ഡെന്നിസ് എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ബാക്കിയുള്ളവരെ കുറിച്ചാണ്. ഡെന്നിസ് ഇവിടെ ഒരിക്കൽ പോലും എനിക്ക് സങ്കടമാണ്, എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് സ്നേഹമാണ് എന്നൊരു സാധനമേ പറയുന്നില്ല. അയാളുടെ ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസാണ് അയാളെന്ന് പറയുന്നത്. ഞാനൊന്ന് വിട്ടുകൊടുത്താൽ അയാൾ ഹാപ്പി ആവില്ലേ? ഞാൻ ഈ വീട് വിട്ടുകൊടുത്താൽ രവിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ലേ? ഞാൻ ഔട്ട് ഹൗസിലേക്ക് താമസം മാറ്റിയാൽ മുത്തശ്ശന് അയാൾ ജയിച്ചു എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവില്ല? അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അതേപോലെ ആമിക്കും ചിന്തിച്ചൂടെ എന്നാണ് അയാൾ അവിടെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ആമി കൈ നീട്ടുന്നു. ഡെന്നിസും
ആമിയും തമ്മിൽ ആദ്യമായിട്ട് കൈ പിടിക്കുകയാണ്. അതൊരു സിംഗിൾ ഷോട്ടായിട്ട് അവരവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ മുതൽ അവർ തമ്മിലുള്ള ആ ബോണ്ടിങ് ആരംഭിക്കുകയാണ്. ഡെന്നിസ് മനഃപൂർവ്വമല്ല, എനിക്ക് ചിലപ്പോഴൊന്നും കഴിയുന്നില്ല, ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ കഴിയൂ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ജന്മം തന്നവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ജനറ്റിക്സിൻ്റെ കുറവായിരിക്കും എന്നാണ് ആമി പറയുന്നത്. ആ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, ഞാൻ മറ്റാരോ ആണ്, മറ്റെന്തോ ആണ് എന്ന് പറയുന്ന, ഞാൻ ഇതിൽ ഉൾപ്പെടുന്ന ആളല്ല, ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കേണ്ടതാണെന്ന് പറയുന്ന പോലത്തെ കുറേ ചിന്തകൾ അവളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഡെന്നിസിനെ സംബന്ധിച്ച് അനാഥത്വം എന്ന് പറയുന്ന ആ പെയിനെ മറികടന്നു, മൂവ് ഓൺ ചെയ്തു എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. ആക്ച്വലി അയാളുടെ ഉള്ളിൽ ഹീലാവാനുള്ള ഒരുപാട് മുറിവുകളുണ്ട്. പക്ഷേ അയാൾ അതിനെ സില്ലി ആയിട്ട് കാണാൻ തുടങ്ങി. നമ്മൾ പലപ്പോഴും എന്താണെന്നറിയോ, ഈ അവനവനെ കളിയാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എന്തിനാണ് അവനവനെ തന്നെ കളിയാക്കുന്നതെന്നറിയോ? ഞാൻ ഒരു വലിയ കാലഘട്ടം മുഴുവൻ എന്നെ കുറച്ച് കാണിച്ച് എന്തെങ്കിലും തമാശ, എൻ്റെ നിറത്തിനെ, എൻ്റെ ഉയരത്തിനെ, എൻ്റെ രൂപത്തിനെയൊക്കെ കളിയാക്കി ഞാൻ ഒരുപാട് കോമഡി പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാരെ ഞാൻ ചിരിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പുറത്തുനിന്ന് ഒരുത്തിനും കളിയാക്കാനില്ലല്ലോ. മാത്രമല്ല, ഇതിനൊരു കുറവായിട്ട് ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞാൽ, അതിൽ ഞാൻ തമാശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സേഫാണ് എന്ന് പറയുന്നൊരു തോന്നലാണ്. നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ തോൽപ്പിച്ചു എന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പലതും കാട്ടിക്കൂട്ടും. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഡെന്നിസ് പറയുന്നത് തേങ്ങാ കൊലയാണ്, ജനറ്റിക് എഞ്ചിനീയറിങ്. ആമി, എന്താ തൻ്റെ കുഴപ്പമെന്നറിയാമോ? തൻ്റെ കണ്ണിലൂടെ തന്നെ കാണുന്നതിൻ്റെ കുഴപ്പമാണ്. താൻ തന്നെയാണ് എല്ലാത്തിലും വലുതെന്നുള്ള സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. എന്നെക്കുറിച്ച് അറിയാമോ ആമിക്ക്? ഞാനും ഒരു അനാഥനാണ്, എ ബോൺ ഓർഫൺ. അതായത് ഒരാൾ തൻ്റെ ഇമോഷൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, തന്നിലേക്ക് ചിന്തകളെ കൊണ്ടുവരുന്ന സമയത്ത് ഡെന്നിസ് അതിനെ കാണുന്നത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ടാണ്. നമ്മളിലേക്ക് ഒതുങ്ങുക എന്ന് പറയുന്ന അതൊരു മോശ കാര്യമായിട്ടാണ് അയാൾ കാണുന്നത്. നമ്മളെല്ലാവർക്കും സന്തോഷം കൊടുക്കുക, സെൽഫ്ലെസ് ആയിട്ടിരിക്കുക, അപ്പോൾ നമ്മളെല്ലാവരും സ്നേഹിക്കും എന്ന് പറയുന്നൊരു വിശ്വാസമാണ് ആ മനുഷ്യൻ്റെ ഉള്ളിൽ. ഞാനൊരു അനാഥനാണ് എന്ന് ഡെന്നിസ് പറയുമ്പോൾ ആമി ചോദിക്കുന്നത് എന്നെ പോലെയാണോ? ഡെന്നിസിൻ്റെ മറുപടി നോട്ട് അറ്റ് ഓൾ. ആമിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഒരുപാട് പേർ. അവർ തന്നെ ദത്തെടുത്ത് സ്വന്തമാക്കിയതാണ്. ഇതാണ് അവിടുത്തെ കീവേഡ്. അവർ തന്നെ സ്വന്തമാക്കിയതാണ്. ഡെന്നിസിനെ ഇവിടെ ആരും സ്വന്തമാക്കിയിട്ടില്ല. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത ഒരു കാലിത്തൊഴുത്ത് പോലെയുള്ള ബത്ലഹേമിലാണ് അയാൾ ജീവിക്കുന്നത്. അയാൾക്ക് അവകാശികളില്ല. അയാൾ ആഗ്രഹിക്കുന്നതാണ്, നീ എൻ്റെ സ്വന്തമാണ് എന്ന് വിശ്വസിച്ച് തൻ്റെ കൂടെ ആളുകൾ ഉണ്ടാവാൻ അയാൾ എന്തും ചെയ്യും. ആമിക്ക് എന്ത് സങ്കടമാണുള്ളത്? ആമി അവർ സ്വന്തമാക്കിയതല്ലേ. എൻ്റെ കഥയിൽ അങ്ങനെ ആരുമില്ല. റൂക്സ് ആൻഡ് വെൽസൺ എന്ന ബ്രിട്ടീഷ് കമ്പനിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ബോർഡിംഗ് സ്കൂളിലും പിന്നെ കോളേജിലും മുടങ്ങാതെ മാസം തോറും ആ കൽക്കട്ട ബേസ്ഡ് കമ്പനിയുടെ മണി ഓർഡേഴ്സ് എത്തിയിരുന്നു. തിരിച്ചറിവിൻ്റെ പ്രായമെത്തിയപ്പോൾ ഞാൻ അന്വേഷണം തുടങ്ങി. റൂക്സ് ആൻഡ് വെൽസൺ എന്ന കമ്പനിയും ഞാനും തമ്മിലുള്ള ബന്ധം. തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് ജനറ്റിക് ചുറ്റിക്കളിയാണ് അതിൻ്റെ പിറകിലെന്നറിയാൻ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ ചെന്നു, രക്ഷകർത്താവായ കമ്പനിയെ തേടി കൽക്കട്ടയിൽ. പക്ഷേ ഇളം മഞ്ഞ നിറമടിച്ച ആ വിക്ടോറിയൻ ബിൽഡിംഗ് അടച്ചിരുന്നു. കമ്പനി വൈൻഡപ്പ് ചെയ്തു. സായിപ്പന്മാർ തിരിച്ചുപോയി. വെറുതെ അങ്ങ് പോയതല്ല, കണക്കില്ലാത്തൊരു വലിയ തുക എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഒരു ധനികനായ അനാഥനാക്കി എന്നെ മാറ്റിയിട്ട് എൻ്റെ പേട്രൻസ് പോയി. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കൻ്റെ കഥ. അയാളെ കാണുന്നത് ഇതിനൊന്നും അർഹതയുള്ള ഒരാളായിട്ടല്ല. അതായത് ഞാനൊരു തെണ്ടിച്ചെറുക്കനാണ്, പക്ഷേ എനിക്ക് ഇത്രയും കിട്ടി. അതായത് തനിക്ക് കിട്ടിയതൊന്നും തൻ്റേതല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നൽ അയാളുടെ ഉള്ളിലുണ്ട്. ഈ സെൽഫ് വാല്യൂ ഭയങ്കര കുറവുള്ള, സെൽഫ് എസ്റ്റീം എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഞാനാണ് എൻ്റെ ലാസ്റ്റ് പ്രിഫറൻസ് എന്ന് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതിനോട് പോലും എനിക്ക് ഇതങ്ങനെ സംഭവിച്ചു വന്നു എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവും. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കൻ്റെ കഥ. ഞാൻ ചിലപ്പോൾ ഒരു കോടീശ്വരൻ്റെ മകനായിരിക്കും എന്നുള്ള ചിന്തയൊന്നും ആയിരിക്കില്ല. ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത കാലം പണ്ടേ പോയി. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ ആരെയും വേദനിപ്പിക്കാതെ ഇരിക്കാനാണ്. കഴിയുമെങ്കിൽ ആർക്കെങ്കിലും നന്മ ചെയ്യാൻ, ആരെയെങ്കിലും സ്നേഹിക്കാൻ എനിക്കത് കഴിയുന്നുണ്ട്. ആമിക്കും അതുമാത്രം ചെയ്തൂടെ? ഇവിടെ ഒരാംഗിളിൽ ആലോചിക്കുമ്പോൾ ആമിയുടെ പ്രശ്നം എന്താണ് എന്ന് അയാൾ നോക്കുന്നില്ല. എനിക്കിവിടെ ഒരു പ്രശ്നമുണ്ട്, ഞാനതിനെ ഓവർകം ചെയ്തില്ലേ. അതുപോലെ ആമിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപദേശിക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു ദുഃഖം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇതൊക്കെ ഞാനും കുറേ അനുഭവിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലൊരു അമ്മായിയുണ്ട് അവരും ഇതൊക്കെ അനുഭവിച്ചതാണ്, നിനക്ക് ഇതൊക്കെ സിമ്പിളാണെന്നേ എന്ന് പറഞ്ഞിട്ട് ലഘൂകരിച്ച് കാണാമെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതിലുണ്ട്. മറ്റൊന്ന്, അയാൾ വിചാരിച്ചിരിക്കുന്നത് അയാൾ ഇതെല്ലാം കഴിഞ്ഞു, ആ സങ്കടക്കടലെല്ലാം നീന്തി ഞാൻ ഇപ്പുറത്തെത്തി നിൽക്കുകയാണെന്നാണ്. അങ്ങനെ തൻ്റെ ഭാഗം എന്താണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഡെന്നിസ് ചോദിക്കുന്നത് ഇനി തൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയും. ആരോടെങ്കിലും പറഞ്ഞ് അതിൻ്റെ ടെൻഷൻ കളയും. ആ പറച്ചില്ലേ, ഡെന്നിസ് ഒരുപാട് ഇടങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ ഈ സങ്കടങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ എൻ്റെ ടെൻഷൻ മാറുമായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവണം. അന്നൊരു പക്ഷേ ആരും ഉണ്ടായി കാണില്ല, ഇന്നും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ, എൻ്റെ സങ്കടങ്ങളും ടെൻഷനും മറ്റൊരാളോട് ഷെയർ ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആവാൻ. പക്ഷെ അങ്ങനെ ഒരാളെ കാണുമ്പോൾ അത് ഇങ്ങോട്ട് പറയടോ, അപ്പോൾ തനിക്കൊരു ആശ്വാസം കിട്ടും. അയാൾ ആനന്ദിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. അതിന് ആമി കൊടുക്കുന്ന മറുപടി ഉവ്വ്. ചിലപ്പോൾ എനിക്കത് ഡെന്നീസിനോട് പറയാനാവും. ഐ തിങ്ക് സോ. അവിടെ ആമി അങ്ങനെ പറയുന്നത്
താനൊരു അനാഥയാണ്, അയാളും ഒരു അനാഥനാണ്. ആമി കടന്നു പോകുന്ന ആ ഒരു മാനസികാവസ്ഥ, ഈവൻ ആമി അവരുടെ സുഹൃത്തുക്കളോട് ഇത് പറഞ്ഞെന്ന് വിചാരിക്കും, എടോ അവരെന്നെ ദത്തെടുത്തതാടോ, ഞാൻ എൻ്റെ ഉള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് എന്തിൻ്റെ കുറവാണ്, നിന്നെ ഇത്രയും സ്നേഹിക്കുന്ന അച്ഛനും അമ്മയല്ലേ, ബന്ധുക്കളല്ലേ, സന്തോഷിക്കുക, ഇതൊക്കെ വിട്ടുകള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടില്ല. മാത്രമല്ല അവിടെ നിരഞ്ജൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ ഈ ആദ്യം പറഞ്ഞ കണ്ടീഷൻ മാത്രം, അനാഥത്വം എന്ന് പറയുന്നൊരു കാര്യം തിരിച്ചറിയുന്ന സമയത്ത് ആമി അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് മറ്റാർക്കും മനസ്സിലാവില്ല. പക്ഷേ ഡെന്നിസ് ഒരു അനാഥനാണ്. ഡെന്നിസിന് ആ ഇമോഷൻസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തോന്നലായിരിക്കാം അവൾ ഡെന്നിസിനോട് പറയുന്നത്, ഡെന്നിസ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാവുന്നു, ഒരു നല്ല ഫ്രണ്ട് നിങ്ങൾക്കതാവാൻ കഴിയും. കാര്യം ഈ സംസാരത്തിലുടനീളം നമ്മൾ നോക്കിയാൽ ഡയറക്റ്റായിട്ട് ആമിയെ ജഡ്ജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മോശക്കാരിയാക്കി തെറ്റുകാരിയായി കാണിച്ചുകൊണ്ട് ഡെന്നിസ് സംസാരിച്ചിട്ടില്ല. ആമിക്ക് കുറച്ച് വിഷമങ്ങളുണ്ട്, എനിക്ക് ആ വിഷമങ്ങൾ മനസ്സിലാവും, ഞാൻ അതിലൂടെയൊക്കെ കടന്നു പോയതാണ്, ഇതല്ലേ അതിനൊരു സൊല്യൂഷൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതാണ് ചെയ്യുന്നത്, ആമിക്ക് ട്രൈ ചെയ്തൂടെ എന്ന് വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുകയാണ് അയാൾ ചെയ്തത്. അവിടുന്ന് ആമി പോയി കഴിയുമ്പോൾ മോനായി അവിടെയുണ്ട്. മോനായി ഒരു സ്വപ്നം കണ്ട കാര്യം ഡെന്നിസിനോട് പറയുന്നുണ്ട്. ഒരു വെള്ള കുതിരപ്പുറത്ത് ഒരു കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക്, ഒരുപാട് ദീപാലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് വെള്ളക്കുതിരപ്പുറത്ത് വരൻ വരികയാണ്, അത് ഡെന്നിസാറായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡെന്നിസിൻ്റെ മുഖം മാറുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയിൽ ആരാ പെണ്ണ് എന്നുള്ള, അയാൾക്ക് അറിയേണ്ടത് ആരാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിന് മോനായി കൊടുക്കുന്ന മറുപടി, മുഖം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ പോയ മുഖമാണോ എന്നെനിക്കൊരു സംശയം തോന്നുന്നതാണ്. അവിടെയാണ് ഡെന്നിസിൻ്റെ മനസ്സിൽ ആമയോടുള്ളൊരു ഇഷ്ടത്തിൻ്റെ മുള പൊട്ടുന്നത്. അതിനുശേഷം നമ്മൾ ആ പാട്ട് കേൾക്കുന്നു, ഒരു രാത്രി കൂടി വിടവാങ്ങവേ. അതിലെ പാട്ടിൻ്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മെയിൽ ഫീമെയിൽ സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിച്ചിരിക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും ഇമോഷൻസാണ്. അതിൽ സുരേഷ് ഗോപിയുടെ വേർഷന് വേണ്ടി ദാസേട്ടൻ പാടുന്നത്, പലനാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്ക് മുന്നിൽ ഇതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ. ഇവിടെ ഒരു പ്രതീക്ഷയാണുള്ളത്. അതായത് ഒരുപാട് നാൾ ഞാൻ അലഞ്ഞു എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്വപ്നത്തെ തേടുന്നത് പോലെ, ഇപ്പം നീ എൻ്റെ മുന്നിൽ ഇതൾ വിരിയാൻ നിൽക്കുന്നൊരു പുഷ്പം പോലെ. അത് ആമി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിനോട് അയാളുടെ ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു സൂചകമാണ്. പക്ഷേ ആമിയുടെ മനസ്സിലുള്ള ഇമോഷനായിട്ട് നമ്മൾ കേൾക്കുന്നത്, പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്ന് മിഴിവാർക്കവേ, ഒരു നേർത്ത തെന്നൽ അലിവോടെ വന്ന് നെറുകിൽ തലോടി മാഞ്ഞുവോ. അവളുടെ ഈ അനാഥത്വം എന്ന് പറയുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ഒരുപാട് ദുഃഖം നിറഞ്ഞിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്റ്റേജ് ഉണ്ട്. അങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു നേർത്ത തെന്നൽ അലിവോടെ വന്ന് നെറുകിൽ തലോടുന്നത് പോലെ അവൾ നിരഞ്ജനെ കണ്ടെത്തിയിട്ടുണ്ടാവാം. നിരഞ്ജൻ ആരാണ് എന്താണെന്നൊന്നും അവൾക്കറിയില്ല. പക്ഷേ നിരഞ്ജനിൽ അവളൊരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. നിരഞ്ജൻ എൻ്റേതാണ്, എൻ്റേതെന്ന് മാത്രം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു ബന്ധമായി നിരഞ്ജൻ എൻ്റെ ജീവിതത്തിലുണ്ടാവും എന്നവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിരഞ്ജൻ ഇന്ന് ജയിലിലാണ്. മെയ് 16-ാം തീയതി അയാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. കരഞ്ഞ് കിടന്നുറങ്ങിയിരുന്ന ഏതോ രാത്രിയിൽ എനിക്കൊരാശ്വാസമായി വന്ന തലോടലായിട്ടുള്ള നിരഞ്ജൻ അത് മാഞ്ഞു പോവുകയാണോ പെട്ടെന്ന് എന്ന് പറയുന്ന അവളുടെ ടെൻഷനാണ് ആ വരികളിലുള്ളത്. അപ്പോഴും പാട്ടിൻ്റെ വരിയിൽ പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ബ്രില്യൻസ് ആണ്. ഒരു കുഞ്ഞു കാറ്റിൽ അണയാതെ നിൻ തിരുനാളമെന്നും കാത്തിടാം, നിന്നെ ഞാൻ കാത്തു രക്ഷിച്ചോളാം, നിൻ്റെ ഈ സന്തോഷവും നിനക്ക് ആവശ്യമുള്ള സ്നേഹമൊക്കെ തന്ന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഓഫറാണ് ഇയാൾ ഇവിടെ കൊടുക്കുന്നത്. ഈ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്ന, സന്തോഷവും ജീവിതവും പണമൊക്കെ ഓഫർ ചെയ്തിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ തിരിച്ചാകെ പ്രതീക്ഷിക്കുന്ന സ്നേഹം മാത്രമാണ്. നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ ഒന്നും ചോദിക്കാതെ പൈസ എടുത്ത് തരുന്ന, പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ വേണ്ടടാ. അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, മുതലെടുപ്പുകാരുണ്ട്, സൂക്ഷിക്കുക. പക്ഷേ ഒരു വലിയ വിഭാഗം ആളുകൾ അവർ തിരിച്ച് കുറച്ച് സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം കുട്ടികളെല്ലാവരും ഒരു കുന്നുംപുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആമി അവിടെയുണ്ട്, ഡെന്നിസ് അവിടെയുണ്ട്. ഡെന്നിസ് വളരെ ഹാപ്പി ആയിട്ട് പിള്ളേരുടെ ഇടയിൽ നിൽക്കുകയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ച്, നൊസ്റ്റാൾജിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ആമി ചോദിക്കുമ്പോൾ അയാൾ തിരിച്ചു പറയുന്നത്, അതിൽ അതായത് ആ ബാല്യകാലത്ത് അങ്ങനെ ഓർക്കാൻ നല്ലതൊന്നുമില്ല. ഓർഫനേജ്, അവിടുത്തെ പട്ടാളച്ചിട്ടയിലെ ജീവിതം, ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നതെല്ലാം എനിക്ക് പുതിയതാണ്. അതായത് കുട്ടികളുടെ കളിയും ചിരിയും നിങ്ങൾ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. പിള്ളേർ മുഴുവൻ ഭയങ്കര ഹാപ്പിയായിട്ട് കളിച്ച് ചിരിച്ചിരിക്കുന്നു, ഫാമിലിയായിട്ട് ഒത്തുകൂടുന്നു, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. ഇതൊന്നും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. എനിക്കിതെല്ലാം പുതിയതാണ്. ഒരുപക്ഷെ അയാൾ സിനിമകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുമ്പോൾ ഫാമിലി ആയിട്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അയാൾ കൊതിച്ചിട്ടുണ്ടാവില്ലേ, ആ കൂട്ടത്തിൽ ഒരാളായിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എന്നെയും അതുപോലെ സ്നേഹത്തോടെ നോക്കുന്ന 2 കണ്ണുകളുണ്ടായിരുന്നെങ്കിൽ. ആ തോന്നലാണ് ആ പറച്ചിലുള്ളത്. ആമിയുടെ മറുപടി, അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കുന്ന അച്ഛനെയും അമ്മയും കിട്ടി. ഓരോ വെക്കേഷനും യാത്രകൾ, എല്ലാ കസിൻസും ഒത്തുകൂടുന്ന ദിവസങ്ങൾ,
ഒരുമിച്ചാണ് ഉറക്കം, എല്ലാം കൂടി ഒരു മുറിയിൽ തലയണയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നത്. എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആമിയുടെ കണ്ണിലൊരു തിളക്കമുണ്ട്. കാരണം അവളുടെ കുട്ടിക്കാലം ഒരുപാട് ആളുകളാൽ ചുറ്റപ്പെട്ട് സ്നേഹം മാത്രം കിട്ടി, ഒരുപക്ഷെ സ്നേഹത്തിൽ ശ്വാസം മുട്ടിയായിരിക്കണം വളർന്നുപോയി. അതാ പറ്റിയ കുഴപ്പം. എന്നും കുട്ടിക്കാലം ഒരു ബോൺസായി ടൈപ്പിൽ അങ്ങനെ നിൽക്കണം എന്ന് അവൾ പറയുമ്പോൾ അവൾ ആ അനാഥത്വം തിരിച്ചറിഞ്ഞ മൊമെൻറ്റില്ലേ, ഒരു പക്ഷേ അവളുടെ യൗവനകാലത്ത് അല്ലെങ്കിൽ ഒരു ടീനേജ് സമയത്ത്, ആ സമയത്താണല്ലോ നമ്മൾ അച്ഛനമ്മമാരെ എതിർക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഒരു പൊട്ടിത്തെറിയുടെ നിമിഷത്തിലാണ് അവളോട് അവരത് പറഞ്ഞു പോയതെങ്കിൽ അവളും ആഗ്രഹിക്കില്ല ഇതൊന്നും അറിയാൻ പറ്റാതിരുന്ന, ഇത്തരം ചോദ്യങ്ങളും പറച്ചിലുകളും ഒന്നും ഇല്ലാതിരുന്ന ആ കുട്ടിക്കാലമായിരിക്കും നല്ലതെന്ന്. വളർന്നിട്ടും വികൃതിക്കും കുറുമ്പിനും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഡെന്നീസ് കളിയായിട്ട് പറയുമ്പോൾ അതൊക്കെ വെറുതെ പ്രിറ്റൻഡ് ചെയ്യുന്നതല്ലേ, മറ്റുള്ളവർക്ക് സന്തോഷമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതി. അതൊരു പക്ഷേ ഡെന്നീസും കൂടി പറഞ്ഞത് കേട്ടതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. കാരണം ആമിയുടെ മനസ്സിൽ നിരഞ്ജൻ മരിക്കുന്ന ദിവസം അങ്ങോട്ട് പോകണം. ഡെന്നീസ് പറയുന്നു നമുക്ക് ബാക്കിയുള്ളവർക്ക് സ്നേഹവും സന്തോഷവും ഒക്കെ കൊടുത്തൂടെ. ഇതിനിടയിലാണ് രവി 5 കസിൻസിൽ എല്ലാവരും ഒബ്രു മതുവെ മാടിക്കൊണ്ടേ താത്തന്ത് പേഴ്സണൽ ആസ്തിയല്ല നിനಗೆ ಸಿಗುತ್ತೆ ആ ഒരു കാര്യമൊക്കെ വെച്ചിട്ട് ഈ 5 കസിൻസിൽ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിക്കണമല്ലോ. അങ്ങനെ അയാൾ കറക്കി കുത്തി തീരുമാനിക്കുന്നത് ആമിയെ വിവാഹം കഴിക്കാനാണ്. ആമിയുടെ അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് വന്നു, തൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ആ സമയത്താണ് ആമി അവരുടെ എല്ലാം മുന്നിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നത്. എനിക്ക് വേണ്ട ആരുടെയും സ്നേഹം എന്നാണ് അവൾ പറയുന്നത്. കുറച്ച് ദിവസം കൂടി അവിടെ ഉണ്ടാവും, പക്ഷെ പോകുന്നതിന് മുമ്പ് എല്ലാവരും എന്നെ വെറുക്കണം. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ആരും അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ്. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഈ ഒരു കല്യാണം വേണ്ട എന്നുള്ള കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി ആമി മുന്നോട്ടെടുത്ത് വെക്കുന്ന കാര്യം എനിക്ക് ഡെന്നീസിനെയാണ് ഇഷ്ടം എന്നുള്ളതാണ്. അവിടെ എന്തുകൊണ്ടായിരിക്കും ആമി ഡെന്നീസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? എനിക്ക് നിരഞ്ജൻ എന്ന് പറയുന്ന ഒരാളെ ഇഷ്ടമാണ്, അയാൾ ജയിലിലാണ്, അയാൾ വന്നിട്ട് ഞാൻ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ അയാൾ മരിക്കുന്നത് വരെ എനിക്ക് അതിനു മുമ്പ് എനിക്ക് പോയി താലി കെട്ടിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും അവൾക്ക് അവിടെ പറയാമായിരുന്നു. അപ്പോഴും വീട്ടുകാർ ഇതേ എതിർപ്പുമായിട്ട് മുന്നോട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഡെന്നീസ് മാത്രമേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചോദ്യവും പറച്ചിലും വന്നു കഴിഞ്ഞാൽ ആമിക്കൊപ്പം നിൽക്കുള്ളൂ. ഇത് ആമിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഡെന്നീസ് ബാക്കി ആരെയും വേദനിപ്പിക്കാതെ എല്ലാവർക്കും സന്തോഷം കൊടുത്ത് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ആമി ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ഈവൻ രവി ചെന്ന് ഡെന്നീസിൻ്റെ അടുത്ത് ചൂടായാൽ പോലും ഡെന്നീസ് അങ്ങനെ നിന്നോളും. ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷനാണ് ഡെന്നീസ് എന്ന് പറയുന്നത്. ഇതറിഞ്ഞ് ഡെന്നീസ് ഭയങ്കര സാഡായിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും റൂമിൽ ചെന്ന് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് 2 കുട്ടികൾ കയറി വരുന്നുണ്ട്. ആ കുട്ടികളുടെ അടുത്ത് അവരെ കൊഞ്ചിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരുടെ തലയിൽ കൈവെക്കാനോ മറ്റോ പോകുമ്പോൾ ആ കുട്ടികൾ തിരിച്ചു പറയുന്നത് വി ഹേറ്റ് യു എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഡെന്നീസ് ഭയങ്കരമായിട്ട് തകരുന്നുണ്ട്. നമ്മൾ ഈ മുഴുവൻ സിനിമ എടുത്ത് നോക്കിയാൽ ഡെന്നീസ് വെള്ളം അടിച്ച് ബഹളം വെക്കുന്നതോ ഇമോഷണൽ ആവുന്നതോ നമ്മൾ കാണുന്നില്ല. ഒരൊറ്റ സ്ഥലത്തേ കാണുന്നുള്ളൂ. ഈ കുട്ടികൾ അയാളുടെ മുഖത്ത് നോക്കി വി ഹേറ്റ് യു എന്ന് പറഞ്ഞു. അയാൾ മോനായുടെ അടുത്ത് വെള്ളം അടിച്ചിട്ട് സംസാരിക്കുന്ന മുഴുവൻ അതാണ്. ആ കുഞ്ഞുങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ കാര്യം അയാൾ ആ കുഞ്ഞുങ്ങളുടെ കൂടെ മുഴുവൻ നടന്നത് ആ കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. അവർ സ്നേഹത്തോടെ നോക്കുന്ന ഒരു നോട്ടത്തിനെങ്കിലും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ വെറുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അയാളെ എഫക്റ്റ് ചെയ്യും. ആമി തന്നെ ഇഷ്ടമാണ് എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ആമിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പറയുന്ന ഒരു കാമുകനായിട്ടല്ല അയാൾ അവിടെ നിൽക്കുന്നത്. അയാൾക്ക് ആരെയും വേദനിപ്പിക്കണ്ട, ആ പാവങ്ങളെ മുഴുവൻ വിഷമിപ്പിച്ചിട്ട് എനിക്ക് ആരെയും കെട്ടണ്ട, എനിക്ക് അവരുടെ സ്നേഹം മാത്രം തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഡെന്നീസ് അവിടെ വീഴുന്നത്. അങ്ങോട്ടേക്ക് വരുന്ന ആമി ഡെന്നീസിനോട് പറയുന്നു, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ നിങ്ങളുടെ പേരാണ് എനിക്ക് അവിടെ പറയാൻ തോന്നിയത്, അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിരഞ്ജനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നു. മെയ് 16-ാം തീയതി നിരഞ്ജനെ അവർ കൊല്ലുകയാണ്. അതെ ഡെന്നീസ്, അന്ന് എൻ്റെയും ദിവസമാണ്, ഞാനും അന്ന് മരിക്കും, സൂയിസൈഡ്. അതിനു മുമ്പ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വെറുപ്പ് പിടിച്ചു വാങ്ങാൻ ഞാനൊരു നുണ പറഞ്ഞു, അതിൽ നിങ്ങളുടെ കൂടി പേര് വലിച്ചിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവിടെ ആക്ച്വലി ആമി കുറച്ച് സെൽഫിഷ് ആവുമായിരുന്നില്ലേ നമുക്ക് തോന്നും. ഡെന്നീസിന് ആകെ എല്ലാവരുടെയും സ്നേഹം മാത്രം മതിയായിരുന്നു. അയാളെ കൂടി വലിച്ചിട്ടിട്ട് വേണമായിരുന്നോ ബാക്കിയുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ? ഡെന്നീസ് അവിടെ നീ കാണിച്ചത് മോശമായി പോയി, എൻ്റെ പേരെന്തിനെതിരെ വലിച്ചിട്ട് എന്നൊന്നല്ല ചോദിക്കുന്നത്. ആരാ നിരഞ്ജൻ എന്നുള്ളതാണ് ചോദ്യം. ആമി അതിന് പറയുന്നത് എനിക്കറിയില്ല നിരഞ്ജനെ ശരിക്കും. എൻ്റെ ആരാ നിരഞ്ജൻ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. എൻ്റെ ഭർത്താവല്ല, ബോയ് ഫ്രണ്ട് അല്ല. പക്ഷേ ഒന്നറിയാം, നിരഞ്ജനെയാണ് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നിരഞ്ജൻ്റെ മരണശേഷം എനിക്കിവിടെ ജീവിക്കേണ്ട. എനിക്കറിയാവുന്നത് വളരെ കുറച്ചാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിരഞ്ജൻ്റെ ഗോൾഡ് മെഡൽ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. നിരഞ്ജനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നിരഞ്ജൻ എന്തായിരുന്നു എന്ന് അവക്കറിയാവുന്ന കാര്യങ്ങളാണ് ആമി പറയുന്നത്. നിരഞ്ജൻ അവളുടെ യൂണിവേഴ്സിറ്റിയിലെ ഗോൾഡ് മെഡൽ ജേതാവാണ്. ആ റെക്കോർഡ് ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം അവൾ പഠിക്കുന്ന കോളേജിൽ നിരഞ്ജൻ ഗസ്റ്റ് ലെക്ചറായിട്ട് വന്നു. പിന്നീട് അവൾ നിരഞ്ജനെ കണ്ടത് ഒരു ട്രക്ക് ഡ്രൈവറായിട്ടാണ്. അതിനുശേഷം തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ട് കണ്ടു. നിരഞ്ജൻ ലീഡ് ചെയ്തിരുന്ന ഒരു ഓർഗനൈസേഷൻ അവരൊരു അറ്റാക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ കാറിന് ബോംബെറിഞ്ഞ് നിരഞ്ജൻ 6 പേരെ കൊന്നു.
കോടതിയിൽ തനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീൽ പോലും വേണ്ടെന്ന് പറഞ്ഞ് നിരഞ്ജൻ ആ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ് ഡെന്നീസ്, എനിക്കറിയില്ല നിരഞ്ജനെ. നിരഞ്ജൻ എപ്പോഴും പറയുന്ന വാക്കുകൾ റവല്യൂഷൻ, ക്ലാസ് വാർ, എനിക്കൊന്നേ അറിയാമായിരുന്നുള്ളൂ. നിരഞ്ജനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത്രമാത്രം. മരിക്കുന്നതിന് മുമ്പ് നിരഞ്ജനെ ഒരു നോക്ക് കാണാൻ എൻ്റെ ഫ്രണ്ട്സ് ശ്രമിക്കുന്നുണ്ട്. കണ്ട നിരഞ്ജൻ്റെ കൈകൊണ്ട് എൻ്റെ കഴുത്തിൽ കെട്ടിക്കാൻ ഞാനൊരു താലി കരുതി വെച്ചിട്ടുണ്ട്. ഡെന്നീസിന് എന്നോട് എന്താ തോന്നുന്നത്? വെറുപ്പോ അതോ പാവം ഡെന്നീസ്? അയാളുടെ മറുപടി ഇല്ല, വെറുക്കാൻ എനിക്ക് കഴിയില്ല. അയാൾക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല. അയാളുടെ നെഞ്ചത്തൊരു കത്തി കുത്തി ഇറക്കിയാലും നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ, സ്നേഹത്തിൻ്റെ ഒരു കണികയെങ്കിലും മിച്ചമുണ്ടോ, അതെനിക്ക് തന്നിട്ട് നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ സ്നേഹം കൊതിക്കുന്ന ആളാണ് ഡെന്നിസ്. ഇവിടെ നിരഞ്ജൻ എന്ന് പറയുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ, ഒരുപാട് ആശയങ്ങൾ, വിപ്ലവകരമായ ആശയങ്ങൾ അയാളുടെ ഉള്ളിലേക്ക് കയറുകയും ഒരുപാട് സാധാരണക്കാരായ ആളുകളോടൊപ്പം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് അയാളുടെ ഉള്ളിൽ ഉറച്ചുപോയ കുറേ വിശ്വാസങ്ങളുണ്ട്. അതിൻ്റെ പേരിലാണ് അയാളൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു ആക്രമണം പ്ലാൻ ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും ആമിക്ക് നിരഞ്ജനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? ഒരു പക്ഷേ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന അച്ഛനും അമ്മയും ഞാനൊരു അനാഥ ആയതുകൊണ്ട് അത് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണോ എനിക്ക് ഇത്രയും സ്നേഹം തരുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നിരഞ്ജൻ കുറച്ചും കൂടി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കൽ എന്ന് പറയുന്ന ഒന്നില്ല. അതേസമയം ആമിക്ക് ഇഷ്ടം തോന്നിപ്പിച്ച കുറച്ച് ഫാക്ടേഴ്സ് അവിടെയുണ്ട്. പിന്നെ അവൾക്ക് വേണ്ടത് അവളുടേത് മാത്രം എന്ന് പറയാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതിലവൾ നിരഞ്ജനെ ഫിക്സ് ചെയ്തു പോയി. പിന്നീട് ഒരു സമയത്ത് അവൾ പറയുന്നത്, ഞാൻ നിരഞ്ജനെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ആ ഒരു ലോക്കിലായിപ്പോയി. തന്നെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഡെന്നീസിനോട് അവൾ പറയുന്നത്, എന്നെ മനസ്സിലാക്കാൻ ഡെന്നീസിന് മാത്രമേ കഴിയൂ. ഡെന്നിസ്, എനിക്ക് നിരഞ്ജനെ കാണാൻ കഴിയില്ലേ? അവൾക്ക് ഉറപ്പുണ്ട് ഡെന്നിസ് അവളെ കൊണ്ടുപോകുന്നുള്ളത്. കാരണം ഡെന്നീസ് അങ്ങനെയാണ്. വേറെ ആരോട് പറഞ്ഞാലും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി, ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഇതെല്ലാം പറയും. പക്ഷേ ഡെന്നിസ് ഒരു ഇമോഷണൽ ജീവിയാണ്. അയാൾ പറയുന്നത് കഴിയും, ഞാനും വരും ആമിയുടെ കൂടെ ആ ചടങ്ങിന് സാക്ഷിയാവാൻ. ഇത്രയും വീട്ടുകാരുടെ മുമ്പിൽ ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിച്ചിരുന്ന സമയത്ത് ആ കുഞ്ഞു പിള്ളേരെ കൊണ്ട് എന്നോട് വി ഹേറ്റ് യു എന്ന് പറയിപ്പിച്ചത് നീയാണല്ലേ എന്നുള്ള ചിന്തയെല്ലാം പോയി. തൻ്റെ മുന്നിലിരുന്ന് കരയുന്ന മനുഷ്യജീവിക്ക് അയാൾക്ക് ആശ്വാസമാവുന്നത് എന്താണോ അത് കൊടുക്കുക, അയാളെ ഹാപ്പിയാക്കുക. അത്രയേ ഡെന്നീസ് ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഡെന്നീസ് ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ഡെന്നീസ് വരുമോ എന്ന് ചോദിക്കുമ്പോൾ യെസ്. പക്ഷെ നിരഞ്ജനെ കാണുന്നത് വരെ ആമി ഒരു സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക പോലും വരുത്. അതിന് ആമി എനിക്ക് വാക്ക് തരണം. ആമി തിരിച്ചു പോകുമ്പോൾ പക്ഷേ ഡെന്നീസിനോട് പറയുന്നത്, ഇതിവിടെ ആരും അറിയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ 16-ാം തീയതി വരെ കാത്തിരിക്കില്ല. ഡെന്നീസ് ഇത് ആരോടെങ്കിലും പറയേണ്ടതായിരുന്നില്ലേ? ഒരുപക്ഷെ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇത് പറഞ്ഞ് അവതരിപ്പിച്ച്. കാരണം ഡെന്നീസ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ബന്ധങ്ങളെ ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആമിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ആമിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമമുണ്ട് എന്നൊക്കെ പറയാൻ ശ്രമിച്ചാലോ? അപ്പോൾ ഡെന്നീസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഞാൻ ചത്തുകളയും. അവിടെ ഒരു സൂയിസൈഡ് ഭീഷണിയാണ് മുഴക്കുന്നത്. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ ചത്തുകളയും എന്ന് പറയുന്നൊരു കാര്യമാണ് ആമി അവിടെ മുന്നോട്ട് വെക്കുന്നത്. ഡെന്നീസ് അവിടെ ലോക്കായി പോവുകയാണ്. ഈ നനഞ്ഞടം കുഴിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമുണ്ട്. ഒരാൾ ഇമോഷണലി വൾണറബിൾ ആണ് എന്നറിയുമ്പോൾ അതിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, ഞാൻ ഇതിനെയൊക്കെ ഒരു മാനിപ്പുലേഷൻ ലെവലിലേ പറയുള്ളൂ. അവരുടെ ഇമോഷണൽ നിന്നുകൊണ്ടായിരിക്കും അവരവിടെ സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ കൂടെ മറ്റേ ആളത് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യമില്ലല്ലോ, അത് പ്രവർത്തിക്കാൻ മാത്രം ഉപയോഗിച്ചാൽ പോരെ. ആമിക്ക് നിരഞ്ജനെ കണ്ടേ പറ്റൂ. ഡെന്നീസ് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിന്നില്ലെങ്കിലും അയാൾ ഇത് ആരോടും പറയരുത്. അപ്പോൾ ഡെന്നീസിനെ പേടിപ്പിക്കണം. ഇതിൻ്റെ ഇടയിൽ രവി ബാലമാമയെ കൊണ്ട്, ആമിയുടെ അച്ഛനെ കൊണ്ട് ഈ വിവാഹത്തിനൊരു സമ്മതമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇതറിഞ്ഞ് ഡെന്നീസിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ആമിയോട് ആമി കണ്ണ് നിറഞ്ഞിട്ട് അവരെല്ലാവരും തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഡെന്നീസ് പറയുന്നത്, ആമി ആ കണ്ണീര് തുടയ്ക്കും, അതെൻ്റെ ധൈര്യം കെടുത്തും. അവിടെയാണ് ഈ മനുഷ്യൻ പെട്ടുപോകുന്നത്. കരഞ്ഞുകൊണ്ട് ഒരാളൊരു കാര്യം പറയുമ്പോൾ, ഇമോഷണലായ ഒരു കാര്യം പറയുമ്പോൾ അയാൾക്ക് പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ ഒന്നും ഇല്ലാതായിപ്പോൾ. ആമിയുടെ കഥകൾക്ക് മുമ്പിൽ, ഒരുപക്ഷെ രവി പറഞ്ഞ കഥകൾക്ക് മുമ്പിൽ മുത്തശ്ശനും മുത്തശ്ശിയും വിഷമിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ അപ്പോഴൊക്കെയും തിരിച്ചൊന്നും പറയാൻ പറ്റാതെ അയാൾ ബലഹീനനായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഈ കരച്ചിലാണ്. എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ കരയുന്നതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഇച്ചിരി മനക്കെട്ടി വേണ്ടതാണ്. ഡെന്നീസ് തുടരുന്നത് ഇങ്ങനെയാണ്, അവരെല്ലാം തീരുമാനിച്ചോട്ടെ, ഒന്നും നടക്കാതിരുന്നാൽ പോരെ, അവരൊക്കെ പാവങ്ങളാമി, അതുകൊണ്ട് എളുപ്പത്തിൽ അവരെ വിഡ്ഢികളാക്കാൻ കഴിയും. നീ അവരെയൊക്കെ പറ്റിക്കുകയാണ്, അവരൊക്കെ പാവങ്ങളാണ് എന്ന് അയാൾ പറയാതെ പറയുകയും കൂടിയാണ് അവിടെ ചെയ്യുന്നത്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ വഞ്ചിക്കുകയാണ് അല്ലേ ഡെന്നീസ് എന്ന് ആമി ചോദിക്കുമ്പോൾ നമുക്കും തോന്നും സത്യമായിട്ടും സ്നേഹിക്കുന്ന എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെന്നീസിൻ്റെ മറുപടി അതെ. എന്നിട്ട് മുഴുവൻ സ്നേഹവും ആമി മറ്റൊരാൾക്ക് നൽകുന്നു. ഒരു ഹൃദയം സ്വന്തമാക്കാൻ ഒരുപാട് ഹൃദയങ്ങളെ കുത്തി നോവിക്കുന്നു. എന്നിട്ടും ഒടുവിൽ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഡെന്നീസ് എന്നുള്ളതാണ് ആമിയുടെ ടെൻഷൻ. ആമി ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എൻ്റേതെന്ന് പറയാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾ വേണമെന്ന് കരുതി നിരഞ്ജന് വേണ്ടി അവളെല്ലാവരെയും വേദനിപ്പിക്കുകയാണ്. അവൾ വളരെ സെൽഫിഷായിട്ട് അവിടെ പെരുമാറുകയാണ്. പക്ഷേ എന്നിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇതേ ചോദ്യം നിരഞ്ജനും ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി, എൻ്റെ ആദർശങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ, എന്നെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കാതെ, ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവളുടെ മുന്നോട്ടുള്ള വളർച്ചയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു.
എന്നിട്ടും എനിക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ. അതിഭീകരമാം വിധം സ്വാർത്ഥരായിട്ടുള്ള 2 വ്യക്തികൾ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഡെന്നിസ് ആമിക്ക് കൊടുക്കുന്ന ഉപദേശം, കരയാൻ പാടില്ല, ഇനിയും ഏറെ ചിരിക്കുന്ന മുഖവുമായി. ഒരുപാട് ചിരിക്കാനുണ്ട് ആമിക്ക്, ഞാൻ കൂടെയുണ്ട്. എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ ആമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എൻ്റെ വേഷത്തിൻ്റെ പേര്? കോമാളി, വിദൂഷകൻ, അല്ലെങ്കിൽ വെറും ഡമ്മി? ഈ ഡയലോഗ് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഡ്യൂഡ് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. അവിടെ കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, പക്ഷേ അവനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവനെയും അവളെയും അവളുടെ അച്ഛൻ കൊന്നുകളയും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കുന്നൊരു ഭർത്താവ് കഥാപാത്രത്തിന് ഒരുപാട് പേര് ട്രോളാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് കാണുമ്പോൾ ഇവനൊക്കെ എന്താണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ജീവിതത്തിൽ അങ്ങനെ മറ്റേ ആൾക്ക് വേണ്ടി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന, ഏത് കോമാളി വേഷവും എടുത്ത് കെട്ടാൻ തയ്യാറാവുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഇവിടെ ഡെന്നിസ് നിൽക്കുകയാണ്. കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ കല്യാണം ഉറപ്പിക്കുന്ന അന്ന് വൈകുന്നേരം അവളുടെ മുൻ കാമുകൻ്റെ അടുത്ത് കൊണ്ടുപോകാം എന്ന് അയാൾ ഓഫർ ചെയ്യാണ്. അപ്പോഴാണ് ആമിയുടെ ഡയലോഗ്, നിരഞ്ജനെ ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നെങ്കിൽ ഡെന്നിസ്, ഞാൻ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുമായിരുന്നുള്ളൂ, അത്രയ്ക്ക് നല്ലവനാണ് നിങ്ങൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആമിക്ക് നിരഞ്ജനെ അറിയില്ല എന്ന് ആമി പറഞ്ഞു, പക്ഷേ ആമിക്ക് ഡെന്നിസിനെ അറിയാം. ഡെന്നീസിനെ അവൾ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കി എത്രത്തോളം നല്ല ആളാണ് ഡെന്നീസ് എന്നുള്ളത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഡെന്നീസ് എങ്ങനെ നിൽക്കും, ഏതറ്റം വരെ പോകും എന്നുള്ളത് ആമിക്ക് മനസ്സിലായി. നിരഞ്ജൻ പക്ഷേ അവനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടും, ഈ ഒരു കാര്യം ചെയ്താൽ ജയിലിൽ പോകേണ്ടി വരും എന്നറിഞ്ഞിട്ടും, ഇതൊരു കുറ്റമാണാ ചെയ്യാൻ പോകുന്നത്, പാപമാണാ ചെയ്യാൻ പോകുന്നതെന്ന ധാരണ ഉണ്ടായിട്ടും അയാളൊരു കാര്യം ചെയ്തു. ഡെന്നീസ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. തന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി അയാൾ എന്തും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്ന ആളാണ്. ആ ആളെ ആമിക്കറിയാം, നിരഞ്ജന ആമിക്ക് അറിയില്ല. അപ്പോഴാണ് ആമി ഈ ഒരു ഡയലോഗ് പറയുന്നത്. ആമി അവിടെ സ്റ്റക്കായിപ്പോയി. ഇപ്പോൾ എയും ബിയും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്, അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഭയങ്കര പ്രേമമാണ്. പക്ഷേ സി എന്ന് പറയുന്നൊരു വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അത്യാവശ്യം ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും ഇവർ തമ്മിലുള്ള ഈ സ്നേഹം ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്വന്തം ബോധ്യത്തിൽ നിന്നുകൊണ്ട് എടുത്തിട്ടുള്ളൊരു തീരുമാനമാണെങ്കിൽ ഒരിക്കൽ പോലും സിയോട് ബി പറയില്ല, ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന്. കാരണം ഇവിടെ അങ്ങനെ ഒരു പരിഗണന കൊടുക്കേണ്ട ആവശ്യം പോലും സംഭവിക്കുന്നില്ലല്ലോ. പക്ഷേ ആമി ഇത് പറയുന്നുണ്ട്. എന്തായാലും നിരഞ്ജനെ കാണാൻ അവർക്കൊരു അവസരം കിട്ടുകയാണ്. കല്യാണ ഉറപ്പിക്കൽ ദിവസത്തിൻ്റെ തലേന്ന് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞാണ് ആമി ഡെന്നീസിനോട് ഈ കാര്യം പറയുന്നത്, നിരഞ്ജനെ കാണാൻ പോകണം. പക്ഷേ രാവിലെ ഇങ്ങനെ ഒരു ചടങ്ങുള്ളതല്ലേ, നമ്മൾ പോയാൽ ഇവിടെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ഡെന്നീസ് പറയുന്ന സമയത്ത് ആമി വീണ്ടും ആത്മഹത്യാ ഭീഷണിയാണ് മുഴക്കുന്നത്. നാളെ രാവിലെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന്. ആമി വീണ്ടും ഈ ടെക്നിക്കാണ്. കാരണം ഈ ടെക്നിക്ക് ഒരിക്കൽ ഉപയോഗിച്ചു, ഡെന്നീസിൻ്റെ അടുത്ത് വിജയിച്ചു, വീണ്ടും അവളത് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഈ സ്നേഹത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരെ പലപ്പോഴും പല ആളുകളും ഉപയോഗിക്കുന്നത് ഇതുപോലെ ചില ഹുക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. ചിലപ്പോൾ അത് ആത്മഹത്യാ ഭീഷണിയായിരിക്കും, ചിലപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കില്ല, ഞാൻ നിന്നെ ഇട്ടിട്ട് പോകും എന്ന് പറയുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു ഐ ഹേറ്റ് യു പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ നീ ഭയങ്കര ഫേക്ക് ആണെന്ന് പറയുന്ന ഒരു വാദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ തകർന്നു പോകുന്ന, അത് ഫേക്ക് അല്ലാൻ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന മനുഷ്യരുണ്ട്. ഡെന്നീസും ഇവിടെ അങ്ങനൊരു കയ്യബദ്ധം ആമി കാണിക്കരുത് എന്ന് കരുതിയിട്ട് ആമിയും കൊണ്ട് അവിടുന്ന് പോകുന്നു. നിരഞ്ജനെ അവർ ചെന്ന് കാണുന്നു. ആമിയോട് നിരഞ്ജന് പറയാൻ ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, സുഖം. ഞാൻ സുഖമായിരിക്കുന്നു, നീയും സുഖമായിരിക്കൂ എന്ന് പറയുന്ന ആശംസയ്ക്ക് അപ്പുറത്തേക്ക് നിരഞ്ജൻ ആമിയോട് ഒന്നും പറയാനില്ല. പക്ഷേ ആമിക്ക് വേണ്ടത് അവളുടെ കയ്യിലുള്ള താലി നിരഞ്ജൻ അവളുടെ കഴുത്തിൽ കെട്ടണം, എന്നിട്ട് നിൻ്റെ വിധവയായിട്ട് ഞാൻ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്തോളാം. അതായത് എനിക്ക് ആ ഓണർഷിപ്പ് വേണം, എൻ്റേത് മാത്രം എന്ന് പറയുന്ന ആ കാര്യം എനിക്ക് വേണം. നമുക്കൊരു വക്കീലിനെ വെച്ച് വാദിക്കാം, സുപ്രീം കോടതിയിൽ പോവാം, രാഷ്ട്രപതിക്ക് കത്തയക്കാം, ഇങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ച് ഒന്നുമല്ല അവൾ പറയുന്നത്. നിരഞ്ജൻ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായി, നിരഞ്ജൻ മരിക്കാൻ പോവാണ്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ ഒരു പ്രൂഫ് വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതെന്ന് പറയാൻ ഇതൊന്ന് വേണം എന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. നിരഞ്ജൻ നേരെ ഡെന്നീസിനടുത്തേക്കാണ് തിരിയുന്നത്. ഡെന്നിസ്, ബത്ലഹേമിലെ ഡെന്നിസ്, ഇവളുടെ കത്തുകളിൽ നിങ്ങളെക്കുറിച്ചൊരു പൂർണ്ണ ചിത്രമുണ്ടായിരുന്നു എന്ന് നിരഞ്ജൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിരഞ്ജനെ എനിക്കറിയില്ലെന്നാണ് ആമി പറയുന്നത്. പക്ഷേ ആമിക്ക് പോലും അറിയാത്ത നിരഞ്ജന് ഡെന്നീസ് ആരാണെന്ന് അറിയാം. കാര്യം അത്രയും കത്തുകളിലൂടെ ആമി ഡെന്നീസിനെക്കുറിച്ച് നിരഞ്ജൻ എഴുതിയിട്ടുണ്ട്. വെറുതെ പകൽക്കിനാവുകൾ കാണുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഫാമും എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഭാവനയിൽ ഒരു ബത്ലഹേം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഒറിജിനൽ ഒരിക്കലും കാണാൻ പോകുന്നില്ലാത്തതിനാൽ ആ സങ്കല്പം തകരില്ലല്ലോ. അതിനുശേഷമാണ് അയാൾ അഭിരാമിയോട് പറയുന്നത്, അഭിരാമി വരേണ്ടിയിരുന്നില്ല, ഈ കണ്ണീരെന്നെ പലതും ഓർമ്മപ്പെടുത്തും, ജീവിതം അവസാനിക്കുകയാണ് എന്ന സത്യം. തൂക്കുമരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഓരോ കുറ്റവാളിയെയും പോലെ എൻ്റെ മനസ്സും പിടയാറുണ്ട്. എല്ലാം തിരിച്ചു കിട്ടണമെന്ന് ആശിക്കാറുമുണ്ട്. പക്ഷേ ഞാൻ എന്നെ ജയിക്കാൻ ശ്രമിക്കുകയാണ്, തോൽപ്പിക്കല്ലേ എന്നെ. ആമി വീണ്ടും അവളുടെ ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. നിരഞ്ജൻ, ഈ ഒരു ദിവസത്തിന് വേണ്ടി ജീവിച്ചവളാണ് ഞാൻ. ഒരിക്കൽ നിരഞ്ജനെ കാണാൻ, ഇതെൻ്റെ കഴുത്തിൽ നിരഞ്ജനെ കൊണ്ട് കെട്ടിക്കാൻ. ജീവിക്കുന്നെങ്കിൽ അത് നിരഞ്ജൻ്റെ വിധവയായിട്ട്, മരിക്കുന്നെങ്കിലും അങ്ങനെ. ഇത് വാങ്ങിക്കൂ നിരഞ്ജൻ. നിരഞ്ജൻ ആ ചരട് വാങ്ങുകയാണ്. അതിനുശേഷം അഭിരാമിയോട് പറയുന്നത്, അഭിരാമി ജീവിക്കണം ഒരുപാട് നാൾ,
ഒരുപാട് കാലം ജീവിച്ചു വേണം എന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ. പക്ഷേ അത് നിരഞ്ജൻ എന്ന കുറ്റവാളിയുടെ ജീവിക്കുന്ന സ്മാരകമായിട്ടാവരുത്. നിരഞ്ജൻ ഒരു തെറ്റാണ്. ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നും ഭൂമിയിൽ ബാക്കിയാവരുത്. ഏറ്റവും ഗംഭീരമായ ഈ സിനിമയിൽ ഒരു ഡയലോഗാണ്. കാരണം അയാൾ വിശ്വസിക്കുന്ന വിപ്ലവത്തിന് വേണ്ടിയാണ് ഒരു ക്രൈം ചെയ്തത്. ആ വിപ്ലവത്തിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. ആ കാറിൽ അയാൾ തന്നെ പറയുന്നുണ്ട്, അയാൾ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിനെ കൊല്ലാൻ വേണ്ടി ബോംബുമായി കാത്തിരിക്കുമ്പോൾ അതിൽ അയാളുടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അയാളുടെ വൃദ്ധയായ അമ്മയുണ്ടായിരുന്നു. ഒന്നും എന്നെ തടഞ്ഞില്ല. അഭിരാമിയുടെ സ്നേഹമുണ്ട്, അതവിടെ നിൽക്കുന്നു. അതിൻ്റെ കൂടെ ഈ വാഹനത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ, ഇതൊന്നും തന്നെ തടയാതെ അയാൾ ആ വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞു. അയാളുടെ 6 വയസ്സുള്ള കുഞ്ഞിൻ്റെ കൈ എൻ്റെ മേത്താണ് വന്ന് വീണത്. ആ വിരലുകൾ അപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു എന്ന് അയാൾ പറയുമ്പോൾ ആ നിമിഷം മുതലാണ് താൻ ചെയ്തു പോയ തെറ്റിൻ്റെ ആഴം അയാൾ അറിഞ്ഞു തുടങ്ങുന്നത്. കോടതിയിൽ എനിക്കൊരു വക്കീൽ പോലും വേണ്ട, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷിക്കപ്പെടണം എന്ന് അയാൾ ചിന്തിച്ചു തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കാം. പാപം എന്നൊരു കൺസെപ്റ്റിനെ പോലും പുച്ഛിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഞാൻ ഒരു പാപിയാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തി നിൽക്കുകയാണ് നിരഞ്ജൻ. അയാൾ പറയുന്നത്, ഞാനെന്ന കുറ്റവാളിയുടെ ജീവിക്കുന്ന സ്മാരകമാവരുത്. എൻ്റെ കുറ്റം ഒരു തരത്തിലും ഇവിടെ ഗ്ലോറിഫൈ ചെയ്യപ്പെടരുത്. അതുകൊണ്ട് ഞാൻ താലി കെട്ടില്ല എന്ന് അയാൾ പറയുമ്പോൾ അയാൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ആമി പറയുന്നത്, ഞാൻ എപ്പോഴും നിരഞ്ജനെ സ്നേഹിക്കും, നിരഞ്ജനെ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ. അവിടുന്ന് നിരഞ്ജന് മനസ്സിലായിട്ടുണ്ടാവും ആമിയോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന്. ഡെന്നീസിനോട് ഈ ബോംബെറിഞ്ഞ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സെൻറ്റൻസ് നിരഞ്ജൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അഭിരാമി നല്ല കുട്ടിയാണ്, നിങ്ങളൊരു നല്ല മനുഷ്യനും. അഭിരാമി ഒരു കുട്ടിയാണ്. അവളുടെ ഇമോഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അവളുടെ ചിന്തകളുടെ, അവളുടെ ആങ്ഷ്യസ് ആയിട്ടുള്ള ആ തോട്ട് പ്രോസസ്സിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ, മൂവ് ഓൺ ചെയ്യാൻ അവൾക്ക് പറ്റിയിട്ടില്ല. ഡെന്നീസ് അതിനപ്പുറം എത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കോൺവെർസേഷൻ അങ്ങനെയാണ്. ആമി ഒരു നല്ല കുട്ടിയാണ്, ഡെന്നീസ് ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങൾ വേണം ഇവിടെ തീരുമാനമെടുക്കാൻ, നിങ്ങൾ വേണം ഇവിടെ പ്രവർത്തിക്കാൻ എന്ന് ഡെന്നീസിനോട് അയാൾ പറഞ്ഞു തുടങ്ങുകയാണ്. ആമിയുടെ കത്തുകളിലൂടെ നിങ്ങളെക്കുറിച്ചൊരു പൂർണ്ണ ചിത്രം എനിക്കുണ്ടായിരുന്നു എന്ന് നിരഞ്ജൻ പറയുമ്പോൾ അത് ഡെന്നീസ് എന്ന് പറയുന്ന രൂപത്തെക്കുറിച്ച് മാത്രമല്ല, അയാളുടെ മനസ്സിനെക്കുറിച്ച് കൂടിയാണ്. അതിനുശേഷം ആ ബോംബെറിഞ്ഞ സാഹചര്യത്തെക്കുറിച്ച്, തൻ്റെ വിപ്ലവ ചിന്തകളെക്കുറിച്ച്, അതൊരു തെറ്റായിരുന്നു എന്ന തിരിച്ചറിവിനെക്കുറിച്ച് ഒക്കെ നിരഞ്ജൻ സംസാരിക്കുന്നുണ്ട്. ആത്മാവ് ശരീരം എന്ന ഈ മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ കൂടും വിട്ട് യാത്രയാവുന്ന നാളും കാത്തിരിക്കുന്ന എന്നെ വീണ്ടും ഒരു പാപത്തിലേക്ക് തള്ളിവിടാൻ അഭിരാമി നീ കാരണമാവരുത്. കാരണം അങ്ങനെ താലി കെട്ടുക എന്ന് പറയുന്നത് അവൾ അവിടെ സ്റ്റക്കായി പോകും. അവൾ ഡെന്നീസിനോട് പറഞ്ഞ അതാണ്, ഞാൻ നിരഞ്ജനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഡെന്നീസ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. നിരഞ്ജനിൽ എവിടെയോ സ്റ്റക്കായി പോയാൽ, നിരഞ്ജൻ ആരാ എന്താണെന്നൊന്നും അറിയില്ല, ഏതൊക്കെയോ ഇമോഷൻസിൻ്റെ ഏതൊക്കെയോ ചിന്തകളുടെ ഒക്കെ ഭാഗമായി അവൾ നിരഞ്ജനിൽ സ്റ്റക്കായിരിക്കുകയാണ്. ആ അവസ്ഥ ഒരുപക്ഷെ ജീവിതാവസാനം വരെ നിലനിന്ന് പോവാൻ ഒരു കാരണമായേക്കും അയാൾ ആ താലി കെട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ ചിന്തിക്കാൻ തക്കവണ്ണം പക്വതയുള്ളൊരവസ്ഥയിലേക്ക് മരണം കാത്തു കഴിയുന്ന ഈ യാത്രയിൽ എവിടെയോ നിരഞ്ജൻ എത്തിയിട്ടുണ്ട്. നിൻ്റെ ജീവിതം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന ഏക കുറ്റത്തിന് നീ പാഴാക്കി കളയാൻ തീരുമാനിച്ചാൽ അതും എൻ്റെ തെറ്റാകും, ഞാൻ ചെയ്യുന്ന മറ്റൊരു പാപം. അരുത് അഭിരാമി, നിന്നെ എനിക്കിഷ്ടമാണ്, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ നിന്നെ കൂടെ വിളിക്കാം എന്ന് പറഞ്ഞതും സത്യമാണ്. പക്ഷേ ഇനി എനിക്കൊരു ജീവിതമില്ല, ബാക്കിയാവുന്നത് എൻ്റെ ആത്മാവ് മാത്രമാണ്. ജീവിതമില്ല, അഭിരാമി ഇനി അവിടെ സ്റ്റക്കാക്കിയിടാൻ പറ്റില്ല. അവൾക്ക് ഇനിയൊരു ജീവിതമുണ്ട്, അവളൊരു നല്ല കുട്ടിയാണ്. പാപബോധവും വൃദ്ധാസ്വപ്നങ്ങളും പേറി അലയാൻ വേണ്ടി വിധിക്കപ്പെട്ട എൻ്റെ ആത്മാവ്, അതിന് മോക്ഷം കിട്ടാൻ ഡെന്നിസ്, നിങ്ങൾക്ക് ആമിയിൽ പിറക്കുന്ന മകനെ കൊണ്ട് എനിക്ക് ബലിയിടിക്കണം. അവിടെ നിരഞ്ജൻ സെൽഫിഷ് ആവുകയാണ്. ഞാൻ ഇല്ലാണ്ടാവുന്നു, അവിടെ കൊണ്ട് നിങ്ങൾ എന്നെ മറന്നേക്കൂ എന്ന് പറയുന്നതിന് പകരം ഈ മരണത്തിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുകൾ പതിയെ ചിലപ്പോൾ വിശ്വാസങ്ങളിലേക്കും വീണേക്കാം. മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കും, എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുമോ? മാത്രമല്ല അയാളുടെ ഉള്ളിൽ അയാളൊരു വലിയ പാപം ചെയ്ത തോന്നലുണ്ട്. അതിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ എനിക്ക് വേണ്ടി ഒരാൾ ബലിയിടണം എന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ മരണം എന്ന് പറയുന്നത് ആക്ച്വലി ഒരുപാട് ആളുകളുടെ നമുക്ക് പേടിപ്പിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന, പലരെ കൊണ്ടും ശക്തമായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ പറ്റുന്ന, എൻ്റെ കണ്ണടയണതിന് മുമ്പ് എനിക്കിത് കാണണം, അല്ലെങ്കിൽ എൻ്റെ മരണത്തിന് മുമ്പ് ഇത് സംഭവിക്കണം എന്നൊക്കെ പറയുമ്പോൾ മാത്രമല്ല ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഭിരാമി ഡെന്നീസിനോട് പറയുന്നത്, നിങ്ങളിത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. പറയുന്നത് ഈ സെൻറ്റൻസ് അല്ലെങ്കിലും പറയുന്നത് അങ്ങനെയാണ്. ഡെന്നീസ് ഇത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 16 വരെ കാത്തിരിക്കില്ല എന്ന് പറയുന്നു. എനിക്ക് നിരഞ്ജനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇവിടെയൊക്കെ മരണം എന്ന് പറയുന്നൊരു ഫാക്ടറാണ് ഡെന്നീസിൻ്റെ മുന്നിൽ വെക്കുന്നത്. അവിടെയാണ് ഡെന്നിസ് വീക്കായി പോകുന്നത്. ഇവിടെ നിരഞ്ജനും ഡെന്നിസിനോട് അപേക്ഷിക്കുന്നത്, ഞാൻ മരിക്കാൻ പോവാണ്, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ഡെന്നിസ്. അഭിരാമിയും ഡെന്നിസും നിങ്ങളൊന്നാവണം, ഒരുപാട് വർഷം തമ്മിൽ ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കണം. അഭിരാമിയുടെ എടുത്തടിച്ചുള്ള ഡയലോഗ് നടക്കില്ല എന്നാണ്. തൂക്കുമരത്തിലേക്ക് പോകുന്നവനോട് അവസാന ആഗ്രഹം ചോദിക്കുന്ന ചടങ്ങുണ്ട്. ഇവിടെ ഞാനാണ് ഒരു വരം യാചിക്കുന്നത്, സാധിച്ചു തരേണ്ടത് നിങ്ങളും. ഡെന്നിസ്, ഈ താലി ഞാൻ സാക്ഷിയായി, എന്നിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയായി അഭിരാമിയുടെ കഴുത്തിൽ കെട്ടു. ഡെന്നിസ്, നിങ്ങൾ ഓക്കെ ആണോ?
നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലേ എന്ന് പറയുന്ന ചോദ്യങ്ങളൊന്നുമില്ല. കാരണം അഭിരാമിയുടെ കത്തുകളിലൂടെ നിരഞ്ജൻ അറിഞ്ഞിട്ടുള്ള ഡെന്നീസിന് അഭിരാമിയോട് ഇഷ്ടമാണ്. നിരഞ്ജനെ പോലെ ഒരാൾ അങ്ങനെ ഒരു യാചന നടത്തിയാൽ ഡെന്നിസ് തിരിച്ചൊന്നും പറയില്ല. ആമി വീണ്ടും അപേക്ഷിക്കുകയാണ്. അവളോട് നിരഞ്ജൻ ചോദിക്കുന്നത്, ഇത് മാത്രമല്ലേ ഞാൻ ഈ ജന്മത്തിൽ നിന്നോട് ആവശ്യപ്പെടുന്നുള്ളൂ എന്നാണ്. വീണ്ടും ഇവിടെ ഡെന്നിസിനെ ഈ മരണം എന്ന് പറയുന്നൊരു ഫാക്ടർ എടുത്തു വെച്ചിട്ട് വളരെ നിസ്സഹായ അവസ്ഥയിലാണ് താൻ എന്ന് പറയുന്ന ആ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് നിരഞ്ജൻ ചെയ്യുന്നത്. ഡെന്നിസ് മരണത്തിന് മുന്നിൽ ജീവിതത്തിൽ ഇത്ര നാളും കണ്ടതിൽ ഏറ്റവും സുന്ദരമായ കാഴ്ച ഞാനൊന്ന് കാണട്ടെ. സുമംഗലിയായ അഭിരാമി തൂക്കുകയറിന് മുന്നിൽ നിൽക്കുമ്പോഴും എനിക്ക് ആ ചിത്രം കാണണം മനസ്സിൽ. അഭിരാമിയും ഡെന്നിസും സങ്കല്പത്തിൽ ഞാൻ സൃഷ്ടിച്ച ബത്ലഹേമും. ഡെന്നിസ് പ്ലീസ്. വീണ്ടും അഭിരാമി അതിന് സമ്മതിക്കുന്നില്ലെന്ന് മനസ്സിലാവുമ്പോൾ നിരഞ്ജൻ അഭിരാമിയോട് ചോദിക്കുന്നുണ്ട്, നോക്ക് അഭിരാമി ഒരു ത്യാഗം ചെയ്യാൻ പോകുന്നു. ആരുടെ മനസ്സുഖത്തിനായി? സത്യത്തിൽ ആരുടെ മനസ്സുഖത്തിനായി? അഭിരാമിക്ക് വേണ്ടിയിട്ടാണ്. നിരഞ്ജനെ സന്തോഷമായി യാത്ര അയക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, എനിക്ക് നിരഞ്ജൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണം. അവൾക്ക് ഈ ഭൂമിയിൽ അവളുടേതെന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു ബോണ്ട് വേണം. അത് നിരഞ്ജനിൽ നിന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. നിരഞ്ജനിൽ അവൾ സ്റ്റക്കായിപ്പോയി. ആ താലി ഒന്ന് കഴുത്തിൽ കെട്ടിക്കണം. അത് അവളുടെ സന്തോഷത്തിനാണ്. നിരഞ്ജൻ അതുകൊണ്ട് സന്തോഷമാണോ സങ്കടമാണോ എന്നുള്ള ചോദ്യമൊന്നും അവിടെ ഇല്ല. എനിക്ക് വേണ്ടിയാണെങ്കിൽ ആ വേദന കൂടി ഞാൻ അനുഭവിക്കേണ്ടി വരും. നിനക്ക് നിരഞ്ജനെ ഇഷ്ടമാണെങ്കിൽ, നിരഞ്ജനെ ആശ്വസിപ്പിക്കാനാണെങ്കിൽ അഭിരാമി ഇപ്പോൾ എന്നെ അനുസരിക്കുകയാണ് വേണ്ടത്. ഇതിനിടയിലൊക്കെ പുറകിൽ നിൽക്കുന്ന പോലീസുകാരൻ സമയം ലേറ്റ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ അവരുടെ സീൻ ബിൽഡിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. അയാളുടെ ബൂട്ടിൻ്റെ ശബ്ദം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രഞ്ജിത്ത് എങ്ങനെയാണ് ഇത് എഴുതി വച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം നിരഞ്ജൻ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും ആ കാലടി വെച്ച് അടുത്തടുത്ത് വരികയാണ്. മരണം അയാളുടെ അടുത്തേക്ക് വരുന്നു, സമയം കുറഞ്ഞു വരുന്നു. ഇവിടെ ഡെന്നിസ് എന്ന് പറയുന്ന ആളും ആ സമയമെന്ന് പറയുന്ന ഒരു പ്രഷറിൽ, മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ ഇവിടെ തന്നോട് യാചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു പ്രഷറിലേക്ക് വരുന്നു. ഡെന്നിസ് ഹൗ ക്യാൻ ഐ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ നിരഞ്ജൻ്റെ യാചനയ്ക്ക് മുമ്പിൽ തളർന്നു പോവുകയും അയാൾ അഭിരാമിയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യുന്നു. എന്നിട്ട് നിരഞ്ജനോട് അയാൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇത്രയേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയൂ നിരഞ്ജൻ. നിരഞ്ജൻ ആരാണ് ഡെന്നീസിൻ്റെ? നിരഞ്ജനെക്കുറിച്ച് ഡെന്നീസിന് എന്തറിയാം? അഭിരാമിക്ക് പോലും അറിയില്ല. നിരഞ്ജൻ ഒരു മഹാപാപം ചെയ്തിരിക്കുകയാണ്. ഡെന്നിസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താ? അയാൾക്ക് സ്നേഹിക്കാനൊന്നും ആരുമില്ല. അയാൾക്കൊരു കുടുംബമില്ല. അവിടെ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയ ക്രിമിനലാണ് മുന്നിൽ നിന്ന് യാചിക്കുന്നത്. അയാളുടെ ജീവൻ അവസാനിക്കാൻ പോവുകയാണ്. കണ്ണ് നിറച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇത്രയധികം തന്നെ മുന്നിൽ നിന്ന് യാചിക്കുമ്പോൾ ഡെന്നിസ് തീർന്നു പോവാണ്. അയാളോട് എന്ത് പറഞ്ഞാലും അയാൾ ചെയ്തേനെ. നിരഞ്ജൻ അവിടെ നിന്ന് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഡെന്നിസിനോട് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ തനിക്കുള്ളത് മുഴുവൻ വിറ്റുപെറുക്കി നിരഞ്ജനെ രക്ഷിക്കാനുള്ള വഴികൾ നോക്കിയേനെ. പക്ഷേ അയാൾ ചോദിച്ചത്, അയാളുടെ ആഗ്രഹം, അയാളുടെ മനസ്സ് നിറയാൻ എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുക. അയാൾ അഭിരാമിക്ക് വേണ്ടി അത് ചെയ്തു, രവിക്ക് വേണ്ടി അത് ചെയ്തു, മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി അത് ചെയ്തു, നിരഞ്ജന് വേണ്ടി അത് ചെയ്തു. ആമി എന്നോട് പൊറുക്കട്ടെ എന്നാണ് താലി കെട്ടിയതിന് ശേഷവും ഡെന്നിസ് പറയുന്നത്. നിരഞ്ജൻ അതിന് കൊടുക്കുന്ന മറുപടി, ഇല്ല ഡെന്നിസ്, ഐ നോ ഹർ. എല്ലാം മറന്ന് അവൾ നിങ്ങളെ മാത്രം സ്നേഹിക്കും. ഈ ഒരു മറയ്ക്കപ്പുറം നിന്ന് നിങ്ങളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ ആശംസിച്ച് അയാൾ തിരികെ നടന്നു പോവുകയാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് ലാലേട്ടൻ്റെ ക്യാരക്ടർ സിനിമയിലുള്ളത്. ഒരുപക്ഷെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് ലാലേട്ടനായിരിക്കും. അത്രയും ഡയലോഗ്, അത്രയും ലൈഫ്, ഒരു ജേണി, ഒരു ക്യാരക്ടർ, അത് മുഴുവൻ ബിൽഡ് ചെയ്തിട്ടാണ് ആ കഥാപാത്രം അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന സമറിൻ ബത്ലഹേം ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കണമെന്ന് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ള കഥാപാത്രം ഡെന്നിസാണ്. ഡെന്നിസ് എന്തിനിങ്ങനെയൊക്കെ ചെയ്തു? നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഡെന്നിസ് ഉണ്ട്? ചിലപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടാവാം, ചിലപ്പോൾ ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും. ഒത്തിരി ആളുകൾ നമ്മളെ സ്നേഹിക്കേണ്ട ബന്ധുക്കളും സുഹൃത്തുക്കളും ആയിട്ടുണ്ടാവും. പക്ഷേ ആ സ്നേഹം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ നമ്മളിത് അന്വേഷിച്ച് അലയാൻ തുടങ്ങും. നമ്മൾ ചുറ്റും നിൽക്കുന്ന ആളുകൾ എനിക്ക് കുറച്ച് സ്നേഹം തരുമെങ്കിൽ ഞാൻ അതിനുവേണ്ടി എന്തും ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോവും. ഈ പീപ്പിൾ പ്ലീസർ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്നെ ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഞാൻ നോക്കിക്കാണുക എന്ന് പറയുന്ന കാര്യം, അതൊക്കെയും നമുക്ക് കിട്ടാതെ പോകുന്ന സ്നേഹത്തിൻ്റെയാണ്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്നേഹം, ആ ഒരു ബോണ്ടിങ്, ഇങ്ങോട്ടൊഴുകുന്ന സ്നേഹമുള്ള ഒരു ബോണ്ട്. ഡെന്നിസിന് അത് മാത്രമാണ് ഈ ലോകത്ത് വേണ്ടിയിരുന്നത്. ഏറ്റവും അവസാനം യാത്ര പറഞ്ഞു പോകുമ്പോൾ മുത്തശ്ശൻ പറയുന്നത് എത്രയും പെട്ടെന്ന് രവിയെ നാട്ടിലേക്ക് അയക്കണം എന്നാണ്. പക്ഷേ രവി അവിടെ നിന്ന് 2 ഡയലോഗ് അടിച്ചാൽ ഡെന്നിസ് പറയും, രവി ഇവിടെ നിന്നോട്ടെ, ഒരാളെങ്കിൽ ഒരാളും കൂടി തന്നെ സ്നേഹിക്കാനുണ്ടല്ലോ. പക്ഷേ ഇതിലേറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഡെന്നിസ് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾ മാനിപ്പുലേറ്റഡ് ആവും എന്നുള്ളതാണ്. അത്രത്തോളം നമ്മളെ ആളുകൾ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ സാധ്യതയെ ഞാൻ മുന്നോട്ട് വെക്കുമ്പോഴും എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഈ കഥയിലെ ആമി, അവൾ ഡെന്നിസിനെ മുതലെടുക്കാൻ വേണ്ടി വന്നതല്ല, അല്ലെങ്കിൽ അങ്ങനൊരു ഉദ്ദേശമല്ല അവൾക്കുണ്ടായിരുന്നത്.
അവളുടെ ഉള്ളിൽ അവൾ അനാഥയാണെന്ന് തിരിച്ചറിഞ്ഞ സമയം മുതലുണ്ടാകുന്ന വേദനകളുണ്ട്, അതുണ്ടാക്കിയിട്ടുള്ള മുറിവുകളുണ്ട്. ആ ഒരു ഷോക്ക് അതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി അവൾ കണ്ടുപിടിച്ച ഒരു ടെമ്പററി സൊല്യൂഷനാണ് നിരഞ്ജനിലേക്ക് ഒതുങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ നിരഞ്ജൻ്റെ ഭാര്യ ആവുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം അവളിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു കാര്യത്തിലാണ്. ആക്ച്വലി അവളുടെ ഉള്ളിൽ ഹീലാവാനുള്ള ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു. അങ്ങനെ ഹീൽ ചെയ്യപ്പെടാത്ത ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഇതാണ് വേണ്ടത് എന്നൊരു തിരിച്ചറിവ് നേടുകയും സ്നേഹമാണ് വേണ്ടത്, അതിന് എന്തും ചെയ്യാം എന്ന് ആലോചിക്കുന്ന ഓൾറെഡി ഹീലായിട്ടില്ലാത്ത ഡെന്നിസ് എന്ന് പറയുന്ന ആൾ, ഇവരൊരുമിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ആമി പോലും അറിയാതെ ആമി ഡെന്നിസിൽ മുറിവുകൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഈ അവനവൻ്റെ മുറിവുകൾ നമ്മൾ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തികൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെ ചിലപ്പോൾ വേറെ ഒരുപാട് പേരെ മുറിവേൽപ്പിക്കുന്നതായിരിക്കാം. ഞാൻ പറയുന്നത് ആമി സെൽഫിഷായിട്ട് ഡെന്നിസിനെ ഉപയോഗിച്ചു എന്നല്ല, പക്ഷേ ഇൻ എ വേ ഡെന്നീസ് ഇവിടെ ഈ ഒരു ട്രാക്കിലേക്ക് വീണ് പോകുന്നതിൻ്റെ പിന്നിലെ കാരണം പറയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഭയങ്കര സെൽഫ്ലെസ് ആയിട്ട് നമ്മളെ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ശരിക്കും ആഗ്രഹിക്കുന്നത് സ്നേഹമാണോ, അതോ നമ്മുടെ ഉള്ളിൽ ഹീൽ ചെയ്യപ്പെടാനുള്ള മുറിവുകളാണോ അവിടുത്തെ കാരണം എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഡെന്നിസ് നമ്മളോട് പറയുന്നത് അതാണ്. നിങ്ങൾ ആരെങ്കിലും ഡെന്നിസിനെ പോലെ ആണെങ്കിൽ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഡെന്നിസിനെ പോലെ തന്നെ ഞാൻ ചിന്തിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ റിസോഴ്സുകളെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, നിങ്ങളുടെ ബന്ധങ്ങൾ, അങ്ങനെ നിങ്ങളുടെ ചുറ്റും നിങ്ങളിൽ നിന്നായി ഒഴുകുന്ന എല്ലാ റിസോഴ്സുകളെയും കുറിച്ച് ചിന്തിക്കണം. നിങ്ങളത് അർഹതപ്പെട്ടവരിലേക്കാണോ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ലഭിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു എന്ന് കരുതുന്ന സ്നേഹം സത്യത്തിൽ അത് സ്നേഹമാണോ? നിങ്ങളത് ശരിക്കും അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ സംശയം, ചെറിയൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണണം. ഞാൻ പറയുന്നത് ഡെന്നിസിന് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ആ പാറ്റേണിൻ്റെ പല ഘടകങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പാറ്റേൺ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി ചിലപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ എന്നെ സ്നേഹിക്കുമെന്ന് കരുതി നമ്മളിങ്ങനെ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഒരളവിനപ്പുറം നിങ്ങൾ നിസ്വാർത്ഥത കാണിക്കുന്നെങ്കിൽ, സ്വാർത്ഥതയില്ലാത്ത അവസ്ഥയാണ് നിസ്വാർത്ഥത എന്ന് നമ്മൾ പറയും. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. നിസ്വാർത്ഥത എന്ന് പറയുമ്പോഴും നമ്മളെ കാണണം. നമ്മളെ കാണാത്തൊരു പരിപാടിക്ക് നിൽക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. ആ ഒരു അളവിനപ്പുറത്തേക്ക്, ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എല്ലാം മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ കാണാതിരിക്കുകയാണെങ്കിൽ ആ പാറ്റേൺ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ടാവും. സ്വയം ഒരു ബോധ്യത്തിലേക്ക് എത്താൻ നിങ്ങളൊരു നല്ല സൈക്കോളജിസ്റ്റിന് സഹായിക്കാൻ പറ്റും. മാറ്റങ്ങൾ വരുത്തേണ്ടതിനെ മാറ്റിയെടുക്കണം. സന്തോഷമായിട്ട് ജീവിക്കണം. സ്നേഹം ഈ ലോകത്തിങ്ങനെ പരന്ന് വിശാലമായിട്ട് കിടപ്പുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മളില്ലാതാവേണ്ട ആവശ്യമില്ല. വി ഓൾ ഡിസേർവ് ടു ബി ലവ്ഡ്. മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ യു ഡിസേർവ് ബെറ്റർ. എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സ്നേഹം കിട്ടുമെന്നാണെങ്കിൽ അതിനെ നിങ്ങൾ സ്നേഹമായിട്ട് പോലും കാണേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. അതിനേക്കാൾ നല്ല സ്നേഹം നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ ആവാനുണ്ട്. നമ്മുടെ മുറിവുകളൊക്കെ ഒന്ന് ഉണങ്ങാനുണ്ട്. എനിക്ക് ചിലപ്പോൾ ഈ കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ കൈ ഇത്രേ തുറക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ തുറന്നാൽ ഈ മുറിവ് വേദനിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് പോകും. ഞാൻ തന്നെ വിചാരിക്കും എൻ്റെ കൈ ഇത്രേ തുറക്കുള്ളൂ എന്ന്. അല്ല, ഈ മുറിവൊന്ന് ഉണങ്ങിക്കഴിഞ്ഞ് എനിക്ക് നല്ലോണം തുറക്കാൻ പറ്റും. അപ്പോൾ ഈ കൈ കൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നതിനേക്കാൾ ഈ കൈ കൊണ്ട് പിടിക്കാൻ പറ്റും. അത്രയും സ്നേഹം ഈ ലോകത്തുണ്ട്. നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങളെ നഷ്ടപ്പെടുത്തണമെന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പരിഗണിക്കുക. ബൈ.